നന്ദി ധനേഷ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2008 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ TG മനോജ് കുമാറാണ്. കേരള ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ മെഡിക്കൽ ഓഫീസറായി പ്രവർത്തിക്കുന്നു. 26 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള ഡോക്ടർ ഇതിനോടകം വളരെയധികം വിലപ്പെട്ട ക്ലാസ്സുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്നത്തെ വിഷയം ശസ്ത്രക്രിയാനന്തര ലോകം, ഹോമിയോപ്പതിയുടെ അനന്ത സാധ്യതകൾ, ഭാഗം 2. ഈ വിഷയത്തിൽ ക്ലാസ് എടുക്കുന്നതിന് TG മനോജ് കുമാർ ഡോക്ടറെ ആദരപൂർവവും സ്നേഹപൂർവവും ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. താങ്ക് യു മറിയാമ്മ ജോൺ ഡോക്ടർ, ഡോക്ടർ ധനേഷ്, മറ്റ് പ്രിയപ്പെട്ട ഡോക്ടർമാരെ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് ശസ്ത്രക്രിയാനന്തര ലോകം, ഹോമിയോപ്പതിയുടെ അനന്ത സാധ്യതകൾ എന്നുള്ളതാണ്. നമ്മൾ തൊട്ട് മുമ്പ് സംസാരിച്ച ഡോക്ടർ ബിബു പ്രസാദ് പാണ്ഡെയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത കുറേ പേരും കൂടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ കോമ്പിനേഷൻ മറ്റ് സിസ്റ്റമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞു. അതുപോലെ ലിമിറ്റേഷൻസ് ഓഫ് ഹോമിയോപ്പതിനെ കുറിച്ചിട്ട് സാറ് പറഞ്ഞു. ലിമിറ്റേഷൻ ഓഫ് ഹോമിയോപ്പതിയെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മളിപ്പോഴും ഹനുമാൻ പറഞ്ഞിട്ടുള്ള, ഓർഗനോണി പറഞ്ഞിട്ടുള്ള ലിമിറ്റേഷൻ ഓഫ് ഹോമിയോപ്പതിനെ തന്നെ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അന്നത്തെ ലിമിറ്റേഷൻ എന്നും ഉണ്ട് എന്നുള്ള ഒരു ചിന്താഗതി നമ്മളിൽ പലർക്കും ഉണ്ട്. പക്ഷേ ഹോമിയോപ്പതിയുടെ നമ്മൾ അന്നത്തെ ഒരു ഹോമിയോപ്പതി മാത്രം പഠിച്ച ഒരു ഡോക്ടർമാരല്ല. നമുക്ക് ഓക്സിലറി മെഷേഴ്സും മോഡേൺ മെഡിസിനിൽ എക്സെപ്റ്റ് ചെയ്ത തെറാപ്യൂട്ടിക് പാർട്സ് മാത്രമാണ് നമുക്ക് വ്യത്യാസം ഉള്ളതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. നമുക്ക് സർജറി ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു സർജിക്കൽ ഡിസീസ് നമുക്ക് ഡയഗ്നോസ് ചെയ്യാനും വേണ്ട രീതിയിൽ റെഫർ ചെയ്യാനൊക്കെ പറ്റും. ഇന്ന് രാവിലെ ഡോക്ടർ മുസ്തഫ, നമ്മുടെ ക്ലാസ് പ്രകാരം ഡോക്ടർ മുസ്തഫ പറഞ്ഞിരുന്നു, സാറേ അല്ല ഇന്ന് അദ്ദേഹത്തിന് ഇത് മീറ്റിംഗ് കയറാൻ പറ്റില്ല, പക്ഷെ സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹോമിയോപ്പതിയിലോട്ട് പൂർണ്ണമായിട്ട് മനസ്സ് വെച്ചതിന് ശേഷം സർജിക്കൽ കേസുകൾക്ക് റെഫർ ചെയ്യുന്നത് വളരെ കുറഞ്ഞു. കാരണം നിങ്ങൾക്ക് പലപ്പോഴും ഒരു സർജിക്കൽ കേസ് എടുക്കാനുള്ള ധൈര്യമുണ്ടോ എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമാണ്. ഹോമിയോപ്പതിയുടെ അനന്ത സാധ്യതകൾ, പോസ്റ്റ് സർജിക്കൽ കേസാണ് ഞാൻ പറയുന്നതെങ്കിലും ഒരു സർജിക്കൽ കേസിനകത്ത് ഹോമിയോപ്പതി ട്രൈ ചെയ്യാൻ എത്ര പേർക്ക് ധൈര്യമുണ്ട് എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ഞാൻ ഒരു സ്ക്രീന് ഇന്ന് ഷെയർ ചെയ്യാം. കാണാമല്ലോ മാഡം? കാണാം. ഇത് 2 ദിവസം മുമ്പ് വന്ന ഒരു കുട്ടിയുടെ നാക്കാണ്. ആ കുട്ടിയുടെ നാക്ക് സാധാരണ കുട്ടികൾ ഓടി നടക്കുമ്പോൾ വീണിട്ട് രണ്ടായിട്ട് ഇങ്ങനെ മുറിഞ്ഞു. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ കുഞ്ഞിനാണ് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചുമക്കൾക്കാണ് വന്നതെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് യാതൊരു സംശയവും വേണ്ട, ഭൂരിഭാഗം പേര് എടുത്തുകൊണ്ട് ഓടുകയാണ് ചെയ്യുക. ഞാൻ എൻ്റെ മോനാണ് ഇങ്ങനെ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ട്രീറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എൻ്റെ ഭാര്യ സമ്മതിക്കില്ല. കുട്ടിയുടെ നാക്ക് മുറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അവരാദ്യം എടുത്തുകൊണ്ട് വന്നത് എൻ്റെ അടുത്തേക്കാണ്. അവർക്ക് ഒരേ നിർബന്ധം, അത് പാരൻസ് വിദേശത്താണ്, അപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആണ് നോക്കുന്നത്. ഇതിങ്ങനെ മുറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും എന്നുള്ളത് എല്ലാവർക്കും പേടിയാണ്. കാരണം അവര് പറഞ്ഞു കൊച്ചിനെ ഒരു പ്രകാരത്തിന് കൊച്ചു വാതുറക്കില്ല. അപ്പൊ ഇത് കൊച്ചിനെ കുറച്ച് ആശ്വസിപ്പിച്ചതിന് ശേഷം അവര് ഫോട്ടോ എടുത്തിട്ട് വന്നതാണ്. അപ്പൊ നാവ് ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നു. എന്നോട് പറഞ്ഞു എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു ഇത് ശരിക്കും 2-3 സ്റ്റിച്ച് ഇടേണ്ട സംഭവമാണ്. പക്ഷെ കൊച്ചു ബോധം കെടുത്താൽ ഇതിനെ സ്റ്റിച്ച് ഇടാൻ പറ്റില്ല. ബോധം കെടുത്തണമെന്ന് ഇവർക്ക് ചിന്തിക്കുമ്പോൾ പോലും ഗ്രാൻഡ് പാരൻസിന് ആകെ ബേജാറാവുന്നു. പാരൻസ് രണ്ടുപേരും വിദേശത്താണ്. ഇപ്പാണെന്ന് പറഞ്ഞാൽ യുദ്ധത്തിന്റെ സമയം കൂടിയാണെന്ന് ആലോചിക്കണം. എന്ത് ചെയ്യും? എങ്ങനെ അവരെ അറിയിക്കണോ? അറിയിക്കാതിരുന്നാൽ എന്ത്? ആകെ കോംപ്ലിക്കേഷൻ പ്രശ്നമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ഇത് ശരിക്കും റിസ്ക് ആണ് കേസ്. നിങ്ങൾക്കറിയാവുന്ന പോലെ ആരും ഒന്ന് പേടിച്ചു പോകും. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ നാക്കിന്റെ മൊബിലിറ്റി ചിലപ്പോൾ കുറയും. കൊച്ചിന് ആജീവനാന്ത കാലം നാക്ക് ചലിപ്പിക്കുമ്പോൾ സംസാരമായിട്ട് വൈകല്യങ്ങൾ വരും. തന്നെ മാറിയാൽ ഒരുപക്ഷെ ആ പ്രശ്നങ്ങൾ വരികയുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്,
പിന്നെ ഇവിടെ വൈദ്യരൊക്കെ കൂടെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ സ്നേക്ക് സ്റ്റോൺസ്, പിന്നെ വിഷക്കല്ലുകൾ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യണം. പാമ്പ് കടിച്ച കേസുകൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ പ്രശ്നം വരും. സംഘർഷമാണ്. ഇന്നത്തെ ഒരു സമയത്ത് ഇത് എടുക്കണോ, എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടോ. പക്ഷെ എടുക്കാൻ നിങ്ങൾ റിസ്ക് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞില്ല, പാമ്പ് കടിച്ച ചികിത്സിക്കുന്ന നമ്മുടെ പിന്നെ വൈദ്യരൊക്കെ ഉള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഏകദേശം 50ഓളം കേസുകൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണിക്കും. ഇത് എടുക്കാതെ കേസ് എടുക്കാണ്ട് നമ്മൾ റെഫർ ചെയ്യുക മാത്രം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഈ കേസ് ഞാൻ പറഞ്ഞു, ശരി, ഞാൻ മോണിറ്റർ കൃത്യമായിട്ട് ഒരു അവറിൽ എനിക്ക് മോണിറ്റർ ചെയ്യാവുന്ന രീതിയിലുള്ള അവർ എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും, ഞാൻ അവർക്ക് കോൺടാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ള ഒരു ധൈര്യത്തില് ഈ കേസ് പിന്നെ, കാരണം അവർക്ക് പോകാൻ ഒരു നിർവാഹമില്ല. ഞാൻ ആ കേസ് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ എടുത്തു. അപ്പൊ ആ കേസ് ഇതാണ്, ഇങ്ങനെ മുറിഞ്ഞ് ഈ രീതിയിൽ മുറിഞ്ഞിരിക്കുകയാണ്. നാക്ക് കുറച്ചൊരു പിന്നെ ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്തിട്ടുണ്ട്, ആ ഗ്യാപ്പ് ഇങ്ങനെ വന്നിട്ട്. ഞാൻ മെഡിസിൻ കൊടുത്തു. മെഡിസിൻ അവിടുന്ന് തന്നെ കൊടുത്തു. കൊച്ചിന്റെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റി വിട്ടു. ഓരോ ദിവസവും ഞാൻ ആകുലതയോട് കൂടി ഇരിക്കുകയാണ്. ദ സെക്കൻഡ് ഡേ, പിറ്റേ ദിവസം അവരെന്നെ വിളിക്കുന്നു. ആ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, കൊച്ചിന്റെ ഫോട്ടോ എടുക്കണം, എങ്ങനെയാണ് കുട്ടി. അപ്പൊ കൊച്ചു വാ തുറക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കരയിപ്പിക്കുക. ഇപ്പൊ എന്റെ അടുത്ത് വന്നാലും കൊച്ചു വാ തുറക്കുന്നില്ലെങ്കിൽ കൊച്ചിന് എന്തെങ്കിലുമൊക്കെ ഇറിറ്റേറ്റ് ചെയ്ത് കരയിപ്പിക്കും എന്തായാലും വാ തുറക്കൂല. അപ്പൊ ഫോട്ടോ എടുക്കും. അതൊരു തന്ത്രമാണ്, അതുകൊണ്ട് വേറെ വഴിയില്ല. കുഞ്ഞിന് നമ്മൾ ദേഹോപദ്രവം ചെയ്യുന്നില്ലല്ലോ. സെക്കൻഡ് ഡേ നോക്ക്, രണ്ടാമത്തെ ദിവസമാണ്, തൊട്ടടുത്ത ദിവസം വരുമ്പോ ആ വൂണ്ടിന്റെ അവസ്ഥ നോക്ക്. അത് ശരിക്കും നമ്മള് തുള്ളിച്ചാടി പോകും എന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ വി കനോട്ട് ബിലീവ് അത് അത്രയധികം കൂടി ചേർന്നോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ ഒരു കുഴപ്പമില്ല, കൊച്ചു ഭക്ഷണം കഴിക്കുന്നുണ്ട്, എല്ലാം കുഴപ്പമുണ്ട്. രണ്ടാമത്തെ ദിവസമാണെന്ന് അറിയണം. പിന്നെ ഞാൻ പറഞ്ഞു, ഓക്കെ, പിന്നെ ഒന്നും പഠിക്കണ്ട, ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടി എന്നെ പിന്നെ കോൺടാക്ട് ചെയ്യൂ. പിന്നെ എന്നെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഫോട്ടോ അയക്കാൻ വേണ്ടി പറഞ്ഞു. 3-ാമത്തെ ദിവസം അവന് വാ തുറക്കുന്നേ ഇല്ല. പിന്നെ കുറച്ച് ബഹളമൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് 3-ാമത്തെ ദിവസം തന്നെ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു. അപ്പൊ അവന് ഏകദേശം ഒരു വീഡിയോ എടുത്തു തന്നിരിക്കുന്നതാണ്. നാക്ക് വാ തുറക്കുന്നത് നിങ്ങൾക്ക് കാണാമായിരിക്കും. ഒന്ന് റിപ്ലൈ ചെയ്യാം. ഒരു മഞ്ഞ വര മാത്രമേ ഉള്ളൂ. അത് നോക്കി, അത് പസ്സല്ല, അതൊരു ജസ്റ്റ് ഒരു മഞ്ഞ വര മാത്രമേ ഉള്ളൂ. മൊത്തം ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. ഇനി കേസ് ഹീൽ ചെയ്യുന്ന നിങ്ങൾക്ക് ഏവർക്കും ധൈര്യപൂർവ്വം വിശ്വസിക്കാൻ പറ്റും എന്ന് ഞാൻ കരുതുന്നു. സാർ, ഇത് ഈ സ്ക്രീൻ ഷെയറിങ് ഓഫ് ആക്കുന്ന എവിടെയാണ്? ഹലോ ധനേഷ് ഡോക്ടർ ധനേഷ് ഉണ്ടോ? സാർ, ഈ സ്ക്രീൻ ഷെയറിങ് ഓഫ് ആക്കാൻ എന്തെങ്കിലും? മനോജ് ഡോക്ടറെ, ഒരു നടുക്കൊരു പച്ച ആരോ മേളിലോട്ട് ഇരിക്കുന്നില്ലേ, ആ, അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. പിന്നെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഓഫ് ചെയ്യാൻ പറ്റുന്നില്ലേ പച്ച ആരോ മേളിലോട്ടിരിക്കുന്നത്? അതിനകത്ത് നോക്കേ. അല്ല, എന്റെ സ്ക്രീൻ അപ്പൊ ചെറുതായി പോയി. നിങ്ങൾക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ കുഴപ്പമില്ല. ആ സ്ക്രീൻ ഷെയറിങ് മാത്രം ഓഫ് ആക്കാൻ പറ്റുമോ നോക്കാമോ? ഡോക്ടർ ക്ലാസ് തുടർന്നോ? ഞാൻ ഓക്കെ. സ്റ്റോപ്പ് ഷെയർ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഞാൻ കൊടുത്ത പിന്നെ മെഡിസിൻ എന്നെ കാണാമല്ലോ അല്ലേ? ഞാൻ കൊടുത്ത മെഡിസിൻ കലണ്ടിലയാണ്. അപ്പോ എന്തുകൊണ്ട് കലണ്ടില കൊടുത്തു എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഒരു വൂണ്ടാണ്. ആരായാലും ആദ്യം ചിന്തിക്കുന്നത് കലണ്ടിലാണ്. പക്ഷെ കലണ്ടില മാത്രമല്ല ഞാൻ കൊടുത്തത്, കലണ്ടിലയും ആർണിക്കയാണ് കൊടുത്തത്. അപ്പൊ വൈ കലണ്ടില എന്നുള്ളതിനെ ചോദ്യം നമുക്കറിയാം. ഇറ്റ് ലുക്ക് ലൈക്സ് എ ക്ലീൻ കട്ട് വൂണ്ട്. ആ ഒരു വാക്കിന് പ്രധാനമുണ്ട്. ലുക്ക് ലൈക്ക് ക്ലീൻ കട്ട് വൂണ്ടാണ്. ഹോമിയോപ്പതിയിൽ നമ്മൾ സിമിലാരിറ്റിയാണ്, സിമിലിയോസ് ക്യുറൻഡർ എന്നുള്ള വാക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് ഹനുമാൻ കണ്ടുപിടിച്ചത്. മറ്റുള്ളതെല്ലാം ഹോമിയോപ്പതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രിൻസിപ്പിൾസും പിന്നെ വന്നതാണ്. അതില് പ്രകൃതിയിൽ ആത്യന്തികമായി ഹലോ സ്ക്രീൻ പോയി. അല്ല, എന്നെ കാണാൻ പറ്റില്ലേ? കാണാം. അത് മതി.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആത്യന്തികമായിട്ട് ഹനുമാൻ കണ്ടുപിടിച്ച കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിനെ സംബന്ധിച്ചോളം ഈ സിമിലിയോസ്ക്യൂവൻഡർ എന്നുള്ളതാണ്. അതിനുശേഷം സിസ്റ്റത്തെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹനുമാൻ മറ്റുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും ഹോമിയോപ്പതിനെ വലിയ അടിത്തറ പാകാൻ വേണ്ടിയിട്ടാണ് ബാക്കി എല്ലാം ആഡ് ചെയ്തത്. അപ്പൊ പ്രകൃതിയിൽ ഏറ്റവും ശാശ്വതമായ സത്യം എന്ന് ഹനുമാൻ കണ്ടെത്തിയത് മാത്രമാണ് ഏറ്റവും അടിസ്ഥാനമായ ശരി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ചോദ്യപ്പെടുന്നത് എന്താണ്? സിമിലിയോസിനെ ഒരാളും ചോദ്യം ചെയ്യുന്നില്ല. ഈ മോഡേൺ സയൻസും സോക്കാൾഡ് സയൻസും എല്ലാം ചോദ്യം ചെയ്യുന്നത് നമ്മുടെ പൊട്ടൻസിയാണ്. എന്ന് വെച്ചാൽ ഹനുമാൻ കണ്ടുപിടിച്ച സിമിലിയോസിനെ അല്ല അവർ ചോദ്യം ചെയ്യുന്നത്, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം നമ്മുടെ മെഡിസിന്റെ പൊട്ടൻറ്റൈസേഷൻ, അതിന്റെ ആക്ഷൻ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് അവർക്ക് സംശയം. കാരണം സിമിലിയോസ് ഇന്നും നമുക്ക് കാണിച്ചു കൊടുക്കാം. സിമിലാരിറ്റി ഉള്ള കണ്ടീഷൻസിന് നമുക്ക് മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യൂർ ചെയ്യുന്നത് ഇന്നും പ്രൂവും ചെയ്യാം, നമുക്ക് ട്രീറ്റും ചെയ്യാം. സത്യം പറഞ്ഞാൽ നമ്മുടെ മോഡേൺ മെഡിസിനായിട്ട് മത്സരിക്കുന്നത് വെദർ ദ ഹോമിയോപ്പതി സിസ്റ്റം ഈസ് ഫേക്ക് ആണെന്ന് ഒറ്റ ചോദ്യമുള്ളൂ. സിമിലിയോസ് തെറ്റാണെന്ന് അവർക്ക് തെളിയിക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അവർക്ക് ആകെ നമ്മുടെ മെഡിസിനെ കുറിച്ചിട്ട്, നമ്മുടെ മെഡിസിൻ കൊടുത്തിട്ട് അത് മാറ്റുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് പറ്റും. പക്ഷേ ഹോമിയോപ്പതിയിൽ പൊട്ടൻസി മാത്രമല്ല മെഡിസിൻസും ഉള്ളൂ, മറ്റെല്ലാം മെഡിസിൻസ് ആണ്. ആ മെഡിസിൻസ് എല്ലാം പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിനകത്ത് ഈ സിംറ്റം സിമിലാരിറ്റി എന്ന് പറയുന്നതിനകത്താണ് ഈ കലണ്ടറിൽ നമുക്ക് അവനത്ത് വരിക. എന്ന് വെച്ചാൽ കത്തി കൊണ്ട് മുറിച്ചതുപോലെ ഉള്ള മുറിവുകൾക്ക് നമ്മൾ കലണ്ടറിൽ ഉപയോഗിക്കും. എന്നാൽ ഹോമിയോപ്പതി കലണ്ടറിൽ പൊട്ടൻസി കൊടുത്തിട്ട് നമുക്കൊരു മുറിവ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. ക്ലിനിക്കൽ പ്രൂവിംഗ് ആണ്. കാരണം അങ്ങനെയുള്ള മുറിവുകൾ കറണ്ടിൽ ഉപയോഗിച്ചപ്പോൾ നമുക്ക് സുഖം കിട്ടി എന്നുള്ളതാണ്. പിന്നെ അതുപോലെയുള്ള മുറിവുകൾ പോലെയുള്ള കണ്ടീഷൻസും കലണ്ടറിലെ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ഇപ്പോഴത്തെ വിന്റർ ക്രാക്സ്, കാലിന്റെ അടിയിലൊക്കെ വിന്റർ ക്രാക്സിന് ഏതാ ഓയിൽമെന്റ് ആണെന്ന് വെച്ചാൽ നമ്മൾ ഭൂരിഭാഗം പേരും പെട്രോളിയം ഗ്രാഫൈറ്റിസും പറയുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു മെഡിസിൻ, ഇഫ് ഇറ്റ് ലുക്ക് ലൈക്ക് ആസ് ഇഫ് കട്ട് ബൈ എ നൈഫ് എന്നുള്ള രീതിയിൽ കത്തി കൊണ്ട് മുറിച്ചതുപോലെ കീറലുള്ള ഏത് കണ്ടീഷനകത്തും നിങ്ങൾക്ക് കലണ്ടറിൽ എക്സ്റ്റേണലും ഇന്റേണലും അപ്ലൈ ചെയ്യാം. അത് കാലിലെ ക്രാക്സ് ആയിക്കോട്ടെ, ഇനി നിപ്പിൾസിലൊക്കെ ക്രാക്ക് വരുമ്പോൾ ശരിക്കും ഇങ്ങനെ കത്തി കൊണ്ട് മുറിച്ചതുപോലെ വരും. അതുപോലെ കോർണേഴ്സ് ഓഫ് മൗത്തിൽ അല്ലെങ്കിൽ കോർണേഴ്സ് ഓഫ് ജോയിന്റ്സിനകത്തൊക്കെ നിങ്ങൾക്ക് അതുപോലെ ക്രാക്ക് ആസിഫ് കട്ട് ബൈ എ നൈഫ് പോലെ വരും. അങ്ങനെയുള്ള കണ്ടീഷനകത്തൊക്കെ നിങ്ങൾക്ക് കലണ്ടറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്റേണലായിട്ടും കഴിക്കാം, എക്സ്റ്റേണലായിട്ടും കഴിക്കാം. രണ്ടാമതൊന്ന് കൊടുത്തത് ആർണിക്കയാണ്. ഈ ആർണിക്ക എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് വെച്ചാൽ അതെൻ്റെ ഒരു ലോജിക്കൽ പ്രിസ്ക്രിപ്ഷൻ. ഓരോ മുറിവും എങ്ങനെ ഉണ്ടായി എന്നതിന് കുറച്ച് പ്രാധാന്യമുണ്ട്. നമ്മൾ ആർണിക്ക ബോറിക്കിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ബോറിക്കിനകത്ത് ആർണിക്കന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്, ആർണിക്ക ഷുഡ് നെവർ ബി അപ്ലൈഡ് ഹോട്ട് ഓർ വെൻ അബ്രേഷൻസ് ഓർ കട്ട് ആർ പ്രസന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ ആർണിക്ക കൊടുക്കാനേ പാടില്ല എന്ന് ചിന്തിക്കുന്ന ധാരാളം ഡോക്ടർമാർ ഒരുപക്ഷെ നമ്മുടെ കൂടെയുണ്ട്, പലരും അങ്ങനെ ചിന്തിക്കുന്നവരുമാണ്. പക്ഷെ എൻ്റെ ഇത്രയും കാലത്തെ അനുഭവം എന്ന് വെച്ചാൽ ചതഞ്ഞിട്ട് പൊട്ടുകയാണെങ്കിൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ആർണിക്കാം. കാരണം അവിടെ ചതവ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ചതഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ആർണിക്ക ഉപയോഗിക്കാം, യാതൊരു കോൺട്രാ ഇൻഡിക്കേഷനും ഇല്ല. ബോറിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിട്ട് നിങ്ങൾ ഒരിക്കലും അതിനൊന്നും പേടിക്കേണ്ട, ഇതിനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ എനിക്ക് ഇതുപോലൊരു അനുഭവം പറ്റിയത്, ഞാൻ ഒരു പ്രാവശ്യം എറണാകുളത്ത് കാലടി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട്. അപ്പൊ അവിടെ ഒരാവശ്യത്തിന് പോയതാണ്. പോയി കഴിഞ്ഞ് വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബാക്കിലെ ഡോറ് തുറന്നു കൊടുത്തു, പുറത്തോട്ട് ഇറങ്ങലും മക്കളാരെ ഡോർ ഒറ്റ അടക്കല് എൻ്റെ കൈ ചമ്മന്തിയായി പൊട്ടി, എന്ന് വെച്ചാൽ ചതഞ്ഞ് പൊട്ടി ചോര വരുന്നു. ജീവൻ മരണ വേദന. നമ്മൾ ഹൈപ്പരിക്കം പറയുന്ന ടിപ്പിക്കൽ ഹൈപ്പരിക്കം ആണ്. അപ്പൊ ആ ഒരു വേദന പറയുന്നത് നമുക്കറിയാം ഹൈപ്പരിക്കാണ്. പിന്നെ ആർണിക്ക കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ അതെനിക്ക് ഹീൽ ചെയ്യാമെന്ന് എനിക്കൊരു നല്ലൊരു ഉറപ്പുണ്ട്. ഇത്ര വേദനയായിട്ട് ഞാനിങ്ങനെ കടിച്ചമർത്തി അടുത്ത ഇങ്ങനെ ഹോമിയോ ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഭാഗത്തൊരു ഹോമിയോ ഡോക്ടറെ കണ്ടു. ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് അടിയന്തരമായിട്ട് എനിക്ക് ആർണിക്ക വേണം, അല്ലെങ്കിൽ ഹൈപ്പരിക്കം വേണം, ഇത് രണ്ടും കൂടി എനിക്കൊന്ന് ആൾട്ടർനേറ്റ് ചെയ്ത് വേഗം കഴിക്കണമെന്നുണ്ട്. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നതിന് എനിക്ക് ആർണിക്ക തരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഹോമിയോപ്പതി ഡോക്ടറാണ്, പ്ലീസ് നിങ്ങൾ അത് തന്നാൽ മതി, ഐ വിൽ മാനേജ്. ഉടനെ അദ്ദേഹം ബോർക്ക് എടുത്തിട്ട് കാണിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലേ, ഈ പോത്തിന്റെ ഈ സമയത്ത് വേദബോധം വരുന്ന ആൾക്കാരോട് നമുക്ക് തോന്നുന്നൊരു ദേഷ്യമുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, പ്ലീസ് നിങ്ങൾക്ക് ഇത് തന്നേ മതിയാവൂ. പറഞ്ഞ ഡോക്ടറെ അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്ത് ഹോമിയോപ്പതിയാണ് അറിയുന്നതെന്നൊക്കെ അദ്ദേഹം കുറെ ക്ലാസ് എടുത്ത് അവസാനം ഞാൻ മെഡിസിൻ മേടിക്കാണ്ട് അവിടുന്ന് പോന്നു. എന്നിട്ട് ഞാൻ എറണാകുളം ടൗണിൽ പോയിട്ട് തന്നെ മേടിക്കുകയാണ് ചെയ്തത്. ഒരു പക്ഷേ ഡോക്ടർ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ സന്തോഷം. അപ്പോൾ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. ഇങ്ങനെയുള്ള അബ്രേഷൻസ് എനിക്ക് എത്രയോ കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. ചതഞ്ഞു പൊട്ടിക്കഴിഞ്ഞാൽ, ചതഞ്ഞു മുറിഞ്ഞു കഴിഞ്ഞാൽ ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ആർണിക്ക ഉപയോഗിക്കാം, എക്സ്റ്റേണലായിട്ട് ഉപയോഗിക്കാം, ഇന്റേണലായിട്ട് ഉപയോഗിക്കാം. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ആർണിക്ക ഷുഡ് നെവർ ബി അപ്ലൈഡ് ഹോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ഹോട്ട് എന്ന് പറഞ്ഞത് അവിടെ ചൂടായിട്ടെന്നാണോ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ സീനിയർ ഡോക്ടർമാരുണ്ടാവും. അതെയോ
അറ്റ് ദാറ്റ് ടൈം ഉടനെ തന്നെ ഉപയോഗിക്കുന്നതാണോ എന്നാണോ അർത്ഥം എന്നുള്ളൊരു സംശയമുണ്ട്. ബോറയ്ക്കുള്ളവരൊന്ന് എടുത്ത് മറിച്ച് നോക്കിയിട്ട് ആ വാക്കിന് അർത്ഥം ആർണിക്ക ഷുഡ് നെവർ ബി അപ്ലൈഡ് ഹോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക. കാരണം ഈ പരിഭാഷയും ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് വല്ലാണ്ട് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ആർണിക്കയും കലുണ്ടലിയും ഇങ്ങനെയുള്ള ചില ഈ കണ്ടീഷനകത്ത് ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടാണ് കിട്ടേണ്ടത്. എന്തുകൊണ്ട് രണ്ടും ഉപയോഗിക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ പറയും. തെറ്റ് ആയിക്കോട്ടെ, ശരിയാവണമെന്നുള്ളതല്ല കാര്യം. ഞാൻ എൻ്റെ പേഷ്യൻസിനോട് എപ്പോഴും ട്രീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്. നിന്റെ അറിവില്ലായ്മ കൊണ്ട് നിന്റെ രോഗികൾ സഫർ ചെയ്യാൻ പാടില്ല. കാരണം അവർ നമുക്ക് അറിവുണ്ടെന്ന് വിചാരിച്ചിട്ട് വരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ലിമിറ്റേഷൻസ് അറിയാം. നമുക്കേ അറിയുള്ളൂ. പാവം വരുന്ന പേഷ്യൻസിന് അറിയില്ല. എല്ലാ മനുഷ്യന്മാരും ലിമിറ്റേഷൻ ഉള്ളു. കാരണം 3800-4000 മെഡിസിൻസിന്റെ രൂപത്തിൽ ഈ മെഡിസിൻസ് മുഴുവൻ നമുക്ക് എല്ലാ സിംറ്റംസും ഹൃദയസ്ഥമൊന്നും ആയിരിക്കണം എന്നില്ല. അപ്പൊ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മുടെ പേഷ്യന്റ് സഫർ ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ഈവൻ ഹനുമാൻ തന്നെ ഹനുമാന്റെ പല ഘട്ടങ്ങളിനകത്തും മെഡിസിൻസ് ആൾട്ടർനേഷൻ ചെയ്തിട്ടുണ്ട്. കാരണം ഏതാണ് എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. ഒരു മെഡിസിൻ ഫെയിൽ ചെയ്തിട്ട് അടുത്ത് വേണ്ടി കാത്തിരിക്കുമ്പോൾ രോഗിന്റെ വഴിക്ക് പോകും. ഇപ്പൊ നമ്മൾ മത്സരിക്കുന്നത് നമ്മുടെ ഫെലോ ഹോമിയോപ്പത്സിനോടല്ല, പകരം നമ്മൾ ഈവൻ മോഡേൺ മെഡിസിനിലെ ആ ഒരു സിസ്റ്റത്തിന്റെ റാപ്പിഡ്നെസ്സിനോടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പൊ അതേ രീതിയിൽ നമുക്ക് റിസൾട്ട് കൊടുക്കാനുള്ള ശേഷി ഉണ്ടാവണം. പ്ലസ് നമ്മൾ പറഞ്ഞ പോലെ ചില സർജിക്കൽ കേസുകൾ നമുക്കെങ്കിലും നമുക്ക് പരീക്ഷിക്കാനുള്ള ധൈര്യം ഉണ്ടാകണം. ഇപ്പൊ അടുത്ത ദിവസം ഒരു ആപ്സസ്, റെക്ടൽ ആപ്സസ് ആണ്, ഫിസ്റ്റുല ആയിട്ടില്ല, ഒരു ഭീകരമായിട്ടുള്ള ഒരു ആപ്സസ് വന്നു. അത് ആപ്സസ് ഇൻസെഷൻ ഇടേണ്ട രീതിയിലുണ്ട്. പൊട്ടുവാണെങ്കിൽ നമ്മുടെ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വൈറ്റാലിറ്റി ഓക്കെ ആണെങ്കിൽ ശരീരത്തിന് അതിനകത്തുള്ള പഴുപ്പ് പുറത്ത് കളയാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മെഡിസിൻ കൊടുത്താൽ പുറത്തു പോകും. അതല്ല, മെഡിസിൻ ഇൻഡിക്കേറ്റർ ആയിരിക്കണേ, അങ്ങനെയാണെങ്കിൽ പുറത്തു പോകും. ഇനി അബ്സോർബ് ചെയ്യാവുന്ന അളവിൽ ഉള്ളു പഴുപ്പെന്ന് വിചാരിക്കുക, ശരീരം അത് അബ്സോർബ് ചെയ്യും. അത് നിങ്ങളുടെ ശരീരമാണ് തീരുമാനിക്കുന്നത്, നിങ്ങളുടെ മരുന്നല്ല സത്യത്തിൽ. അത് നമ്മുടെ വൈറ്റാലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മുടെ മരുന്ന് അല്ല പ്രവർത്തിക്കുന്നത്, നമ്മുടെ ശരീരം. എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹോമിയോപ്പതി ട്രീറ്റ് ദ പേഷ്യന്റ് എന്നാണ് നമ്മൾ പറയുക, അല്ലെ? രോഗത്തിലല്ല, രോഗിനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത് പറയും. ഇതിൽ ആരാണ് രോഗം മാറ്റുന്നത് പറഞ്ഞാലും മരുന്നല്ല രോഗം മാറ്റുന്നത്. നിങ്ങൾ മരുന്നിലൂടെ ഒരു സ്റ്റിമുലേഷൻ കൊടുക്കുന്നു, നിങ്ങളുടെ വൈറ്റൽ ഫോഴ്സ് ആണ് രോഗം മാറ്റുന്നത്. ഇതെല്ലാ സിസ്റ്റത്തിലും ശാശ്വതമായ സത്യമാണ്. പക്ഷെ ആ സത്യമാണ് എന്നുള്ള വിവരം ഹോമിയോപ്പതിക്കാർ മാത്രം അംഗീകരിക്കുന്നു, മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. മുമ്പ് നമ്മുടെ ലോകത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തരായ വ്യക്തികളൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലിൽ അന്തരിക്കും അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, അവരുടെ ശരീരം മരുന്നിനോട് പ്രതികരിക്കാത്തതിനാൽ ആള് മരിച്ചുപോയി. നമ്മുടെ എയിംസ് പോലുള്ള വലിയ ഹോസ്പിറ്റലൊക്കെ എല്ലാവരും മരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, മരുന്നിനോട് ശരീരം പ്രതികരിക്കുന്നില്ല. മരുന്നിനോട് ശരീരം റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പ്രതിപ്രവർത്തനം നടന്നു കഴിഞ്ഞാൽ, പ്രതിപ്രവർത്തനം ആരാണ് നടത്തിട്ട്? നമ്മുടെ ശരീരമാണ് നടത്തുന്നത്. ആ നമ്മുടെ ശരീരം പ്രതികരിക്കുന്നില്ല എങ്കിൽ ഒരു മരുന്നിനും ഒരാളെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഏറ്റവും പ്രധാനം എന്താണ്? നമ്മുടെ ശരീരം തന്നെയാണ്. ഈ തിരിച്ചറിവ് ഒക്കേഷനായിട്ട് അവർക്ക് പറയുമെങ്കിലും ചികിത്സയിൽ എപ്പോഴും അവർ അങ്ങനെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പൊ നന്നായിട്ട് ഉപയോഗിക്കുന്നത് അത് ഹോമിയോപ്പതിക്കാരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് സർജിക്കൽ കേസുകൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം ഉണ്ടാവുക. ഈവൻ ഹെർണിയ ആയിക്കോട്ടെ, വാട്ട് എവർ മേ ബി, എല്ലാ കേസിനകത്തും ഫസ്റ്റ് അവരുപയോഗിക്കുന്ന ഗ്രേഡ് 1 മുതൽ അവർ സർജറി എന്ന് പറയുന്ന പല കേസുകളും നമുക്ക് ആ ഗ്രേഡ് 1 കൂടി നമുക്ക് നമ്മുടെ മെഡിസിൻ ഉപയോഗിക്കാൻ പറ്റും. ഇനി അപ്പുറത്തുള്ള എക്സ്ട്രീം കേസുകളിനകത്ത് ശരിക്കും സർജറി വേണ്ടി വരാം. അതിന് നമ്മൾ സർജിക്കൽ കേസുകൾ നമുക്ക് അങ്ങനെയുള്ള കേസുകൾ റെഫർ ചെയ്യും, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം വിവരിച്ചത് ഈ പോസ്റ്റ് സർജിക്കൽ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. പോസ്റ്റ് സർജിക്കൽ ഒരു വേർഡിനെ കുറിച്ച് പറഞ്ഞു, അനന്ത സാധ്യതകളാണ്. കുറേ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇങ്ങനൊരു ലോകത്ത് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ, ഇൻഫ്ലമേഷൻസ് തടയാനുള്ള മരുന്നുകൾ എന്തൊക്കെ, പോസ്റ്റ് സർജിക്കൽ ഇൻഫ്ലമേഷൻസ്. ഇപ്പൊ അടുത്ത ദിവസം ഞാൻ പറഞ്ഞ ആ റെക്ടൽ കേസിനകത്ത് അവർ ഇൻസിഷൻ, അലോപ്പതി ഒരിക്കലും ഇൻസിഷൻ ഇട്ടാണ്. ഇൻസിഷൻ ഇട്ട് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, അത് ആദ്യം ഒരു നമ്മളെ ഫിസ്റ്റുലേന്റെ തുടക്കം പോലെ, ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, റക്തത്തിൽ നിന്ന് ഒരു ഓപ്പണിങ് വന്ന് അത് ആനസിന്റെ ഒരു സൈഡില് പുറത്തോട്ട് വരുമ്പോഴാണ് അത് ഫിസ്റ്റുല ആവുന്നത്. അല്ലെങ്കിൽ ഒരു സൈനസ്, ഒരു നാളം എന്ന് പറയുന്ന സൈനസ് പോലെയുള്ള കണ്ടീഷൻ ആവുന്നത്. ഇത് പുറത്തോട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ട്യൂബായി, ഒരു ചാനലായി, അപ്പോഴാണ് അത് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അല്ലാണ്ട് ഒരു ഓപ്പൺ ചെയ്യാത്തൊരു സാധനം ഫിസ്റ്റുല എന്നല്ല പറയാം. അപ്പം ഇവർ ഇൻസിഷൻ ഇട്ടതോടുകൂടി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ഫിസ്റ്റുല പോലെ പിന്നെ അത് മാറി. ഓപ്പറേഷൻ ചെയ്ത് ഉള്ള പഴുപ്പ് ഡ്രെയിൻ ചെയ്തു. പക്ഷെ പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ
ഫീക്കൽ കണ്ടാമിനേഷൻ അകത്തുനിന്നും വരാൻ തുടങ്ങി. ഈ മനുഷ്യൻ ഇവിടുന്ന് പിന്നെ അതുപോലെ സ്റ്റൂൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ വാഷ് ചെയ്യുന്നതിന്റെ പിന്നെ അത്ര പെയിൻ ആയതുകൊണ്ട് വാഷ് ചെയ്യുന്ന വളരെ കൃത്യമായിട്ട് നടക്കുന്നില്ല. ഇവിടുന്ന് അങ്ങോട്ട് അസെൻഡിങ് ഇൻഫെക്ഷൻ കൂടി വരാൻ തുടങ്ങി. ആ ഒരു ഇത് പിന്നെ പെർസിസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കണ്ടീഷനകത്ത് നമ്മൾ കൊടുക്കാറുള്ളത് ഏറ്റവും നല്ലത് ഇൻഫ്ലമേഷൻ തടയാനുള്ള നമ്പർ 1 മെഡിസിൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കലണ്ടുലയാണ്. പിന്നെ കലണ്ടുല, സൈലീഷ്യ, ഹെപ്പറസർ, പൈറോജൻ, ആന്ത്രാസിനം, സ്റ്റാഫിസാഗ്രിയ ഇവയൊക്കെയാണ് ഏറ്റവും നല്ല മെഡിസിൻസ്. അവിടെ നമ്മൾ സിംറ്റം സിമിലാരിറ്റീസ് നോക്കുക. ഈ കലണ്ടുല ഏത് വൂണ്ട് ഹീൽ ചെയ്യാൻ സഹായിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. ഗ്രാനുലേഷൻ ടിഷ്യൂ ഒക്കെ ഫോം ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇതിനകത്ത് ഞാൻ ഇങ്ങനെയുള്ള ഈ റെക്ടൽ ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ ഭാഗത്ത് വരുന്ന ഇൻഫ്ലമേഷന് എല്ലാം ഞാൻ ഒന്ന് കൊടുക്കുന്ന ഒരു മെഡിസിൻ എന്ന് പറഞ്ഞത് ഈക്കോളിയും കൂടി അതിനകത്ത് ആഡ് ചെയ്യും. അതെന്തിനാന്ന് വെച്ചാൽ മിക്കവാറും അവിടെ ആ ഫീക്കൽ കണ്ടാമിനേഷൻ ഈക്കോളി എന്ന് പറഞ്ഞൊരു മെഡിസിൻ കൊണ്ട് ഈക്കോളിനെ മാത്രമല്ല കൊല്ലുക, ഈ ഫീക്കൽ വഴി പിന്നെ കണ്ടാമിനേഷൻ പോസിബിലിറ്റി ഉള്ള മറ്റ് രോഗാണുക്കളെയും കൂടി തടയാൻ വേണ്ടിയിട്ട് ഈക്കോളിക്ക് കഴിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. നമ്മള് UTI വരുമ്പോൾ യൂറിൻ കൾച്ചർ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഈക്കോളി കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോഴും അത് ഒരുപക്ഷെ ഈ ഫീക്കൽ കണ്ടാമിനേഷൻ കൊണ്ട് വരുന്ന UTI ആകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഈക്കോളി കാണുന്ന കണ്ടീഷനകത്തെല്ലാം നമുക്ക് ഈക്കോളി പൊട്ടൻസി അത് 30 to 100 ഒക്കേഷനിലായിട്ട് 1-2 ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ മതി. പിന്നെ സർജറി കോംപ്ലിക്കേഷൻസ് തടയാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസിനകത്ത് ആർണിക്ക, ബെല്ലിസ് പെരിനിസ്, കലണ്ടുല, സ്റ്റാഫിസാഗ്രിയ ഇവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിൻസ്. അതിനകത്ത് ബെല്ലിസിനെ കുറിച്ച് നിങ്ങൾ പിന്നെ മനസ്സിലാക്കേണ്ടത്, ബെല്ലിസ് നമ്മൾ സാധാരണ ഇഞ്ചുറി ടു മസിൽസിനാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുക. ഒരു ഇഞ്ചുറി എന്ന് അവിടെ ഉപയോഗിക്കുന്നത് അവിടെ ചതവ് എന്നുള്ളത് അല്ല. എന്ത് ചതവായാലും ശരി, മുറിവായാലും ശരി, ഒരു മസിലിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻസിഷൻ ഇടണമെങ്കിൽ നമുക്കറിയാം സ്കിൻ ലെയർ മുറിച്ച് അതിൻ്റെ അടിയിലുള്ള ഫാറ്റ് ടിഷ്യൂവിനെ അത് മുറിച്ച് മസിലിനെയും കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകാൻ വേണ്ടി പറ്റുക. അപ്പൊ അതുകൊണ്ട് ഈ മെഡിസിൻസ് വൺ ആഫ്റ്റർ അനദർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ഗുണകരമായിരിക്കും. ഒരു ആർണിക്ക കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും അത് ചതവ് പറ്റി, ഞാൻ പറയാറുണ്ട്, ഒരാൾ വീണിട്ട് എല്ലിനടക്കം പൊട്ടുണ്ടെങ്കിൽ ആർണിക്ക എന്നുള്ളത് അയാൾ വീണു എന്നുള്ള ഒറ്റ കോസ് മാത്രം പോരാ, ആ വീണു അത് കഴിഞ്ഞിട്ട് അവിടെ മസിലിന് ചതവ് പറ്റിയിട്ടുണ്ട്, അപ്പൊ ബെല്ലിസ് വേണ്ടി വരും. പിന്നെ ബോൺ ഫ്രാക്ചർ ഉണ്ട്, അപ്പൊ സിംഫൈറ്റം വേണ്ടി വരും. ആ സിംഫൈറ്റം കൊണ്ടിട്ട് മസിലിന് മുറിവോ അല്ലെ നെർവ്സിന് മുറിവോ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനായിട്ടുള്ള മെഡിസിൻസ് നമ്മൾ പിന്നെ ഹൈപ്പരിക്കും പോലുള്ള മെഡിസിൻസ് വേണ്ടി വരും. അങ്ങനെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ പിന്നെ ഒരു ഇഞ്ചുറിക്ക് പറ്റിയ ഒരു ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് ഒന്നിച്ച് ചെന്ന് ആ ഒരു രോഗം മാറ്റുകയാണെങ്കിൽ നമ്മൾ സിംഗിൾ മെഡിസിൻ കൊണ്ട് അതിൻ്റെ ഈ സിംഗിൾ മെഡിസിൻ ഇതൊക്കെ പറ്റുന്നതാണ്, പക്ഷെ ഇറ്റ് ടേക്സ് ടൈം. മറ്റത് ഈ പരസ്പരം ബന്ധമുള്ള ഈ മെഡിസിൻസുകളെല്ലാം കൂടി ആണെങ്കിൽ ഒരു രോഗം മാറ്റാൻ എളുപ്പമായിരിക്കും. ഇതിപ്പോ ഒറ്റയാള് വീട് പണിയുന്നത് പോലെയാണ്. അയാൾക്ക് എല്ലാ പണിയും അറിയാം, പക്ഷെ അയാൾ വീട് പണിയെടുക്കാൻ സമയം വരും. പക്ഷെ അതേസമയം ആ വീടിന്റെ കൽപ്പണിക്കാരനും തേക്കുന്നവരും പിന്നെ പ്ലംബിങ്ങുകാരനും വയറിങ്ങുകാരനും എല്ലാവരും കൂടി ഒരുമിച്ച് അവരെല്ലാവരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിട്ടുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുക. അതാണ് ഈ മെഡിസിൻ റിലേഷൻ്റെ അകത്ത് ഒരു വലിയ പ്രാധാന്യം. ഇപ്പൊ ഒരു പാമ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ 2 അനുജന്മാരും കൂടി വിചാരിക്കുകയാണെങ്കിൽ അവന്മാർക്കെല്ലാം ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവും, ഞാൻ കാണിക്കുന്ന ആക്ഷൻ മനസ്സിലാവും, ഞങ്ങൾക്ക് 3 പേർക്ക് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഒരു പാമ്പിനെ തല്ലിക്കൊല്ലാൻ ഒരു പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഒരു ബംഗാളിനും കൂടിയാണ് പാമ്പിനെ കൊല്ലാൻ പോകുന്നത് വിചാരിക്കുക, മിക്കവാറും 2 പേർക്കും കടിയും കിട്ടും, പാമ്പ് രക്ഷോട്ട് പോവുകയും ചെയ്യും. അപ്പൊ കാരണം അത് കമ്മ്യൂണിക്കേഷൻ പോലും നടക്കൂല, 2 പേർക്കും 2 രീതിയിലേക്ക് 2 ആയുധങ്ങളുമായിരിക്കും. അപ്പൊ ഇതാണ് ഈ മെഡിസിന്റെ ഈ ഒരേ കുടുംബത്തിൽപ്പെട്ട മരുന്നുകളുടെ ഈ റിലേഷനകത്ത് പ്രാധാന്യം, അപ്പൊ ഒന്നിച്ച് ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇവയാണ്. സർജറി കോംപ്ലിക്കേഷനകത്ത് അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ട അഡ്ഹഷൻസ് ആണ്. നിങ്ങൾക്കറിയാം, ഓപ്പറേഷൻ ചെയ്ത് അത് ഹീല് ചെയ്യുമ്പോൾ ചെറിയൊരു മൈക്രോ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ പോലും ആ ഭാഗവും ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്ത ഭാഗമായിട്ട് ഒട്ടിപ്പോകും. ഇപ്പൊ ഫാലോപ്പിൻ ട്യൂബ് ഓപ്പറേഷനകത്തും അതുപോലെ ഈ ട്യൂബൽ പ്രഗ്നൻസി ഒക്കെ വന്നിട്ട് പൊട്ടിക്കഴിഞ്ഞാലൊക്കെ അഡ്ഹഷൻസ് വരും. എന്ന് വെച്ചാൽ ആ ഓർഗൻ തന്നെ, ഇപ്പൊ നമ്മളിപ്പോ ഫാലോപ്പിൻ ട്യൂബ് ആണെങ്കിലും മുറിഞ്ഞു കഴിഞ്ഞാൽ അത് ചേരുമ്പോൾ തന്നെ അവിടെ ഒട്ടിപ്പോ, അതിൻ്റെ ഉള്ളിലെ കനാല് ഇല്ലാതെയായിരിക്കും. അതല്ല മറ്റൊരു പിന്നെ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ആ ഇഞ്ചുറി പറ്റിയിട്ട് തൊട്ടടുത്ത ശരീരഭാഗമായിട്ടും അഡ്ഹഷൻസ് വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അലോപ്പതി കീറി കഴിഞ്ഞാൽ ചിലപ്പോൾ വീണ്ടും അഡ്ഹഷൻസ് വരും. നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രവണത, ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ, ഈ അഡ്ഹസീവ് ആയിട്ടുള്ള ഒരു ടെൻഡൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ശരീരത്തിന് ഇങ്ങനെ പ്രവണത ഉണ്ടാവും. നമ്മളിപ്പോൾ കീലോയിഡ് ഒക്കെ വരുന്ന പോലെ തന്നെയാണ് ഏകദേശം ഈ അഡ്ഹഷൻസ് എന്ന് പറയുന്ന ഒരുതരം ഇന്റേണൽ കീലോയിഡിന്റെ അതേ പ്രവർത്തന രീതി തന്നെ ഉണ്ടാവുക. ഇപ്പൊ കീലോയിഡ് വന്നാൽ അറിയാലോ, കീലോയിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും കീലോയിഡാണ്. അത് ബോഡി ആ റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ കീലോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഒരു ഭാഗത്ത് നമ്മളിപ്പോ റോഡ് പൊളിഞ്ഞു പോയി,
റോഡ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ റോഡ് നമ്മൾ വീണ്ടും അത് ചെയ്യേണ്ടത് അതേ രീതിയിൽ ടാറും മെറ്റലെല്ലാം ചേർത്തിട്ട് ഒരു സാധനമാണ് വേണ്ടത്. പക്ഷെ അതിന് പകരം ഇനി അതൊന്നും വേണ്ട, പകരം ഞാൻ കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ട് അടയ്ക്കുകയാണ് എന്ന രീതിയിൽ അടച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുക. നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കി അതേ കോശങ്ങൾ കൊണ്ട് ശരീരം അടയ്ക്കുന്നതിന് പകരം ഒരു കോൺക്രീറ്റ് വെച്ചിട്ട് അങ്ങ് അടയ്ക്കുന്നു. ആ കോൺക്രീറ്റിന് എന്താണ്? ആ കോൺക്രീറ്റിന് സെൻസിറ്റിവിറ്റി ഉണ്ടാവില്ല, അവിടെ എന്താ പറയുക, ആവശ്യത്തിന് രക്തോട്ടം ഉണ്ടാവില്ല, നെർവ്സ് ഉണ്ടാവില്ല, ഹെയർസ് ഉണ്ടാവില്ല, വേർപ്പ് ഗ്രന്ഥികൾ ഉണ്ടാവില്ല. ഇതൊന്നും ഇല്ലാത്തൊരു സാധനം വെച്ചിട്ട് അങ്ങ് അടയും. പിന്നെ അത് തുറക്കൂല, അമ്മാതിരി രീതിയിൽ ഒന്നങ്ങോട്ട് അടച്ചു തരും. അപ്പൊ ഇതുപോലെയാണ് അത് ഒരിക്കലും അങ്ങനെ അടയ്ക്കുന്ന ഒരു ശീലം നമ്മുടെ ശരീരത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ എവിടെ ഇഞ്ചുറി വന്നാലും ഇതേ രീതിയിലുള്ള ഈ കീലോയിഡ് ഫോർമേഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ അഡ്ഹഷൻസ് ഇന്റേണൽ ആയിട്ട് ഇതേ രീതിയിൽ ഹീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ അടുത്തുള്ള സാധനത്തിനെല്ലാം കൂടി ഒട്ടിപ്പിടിക്കുന്ന ഒരു പ്രവണത ഉണ്ടായി കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒട്ടിപ്പിടിക്കൽ ഉണ്ടാവുന്ന ഒരു രീതി വരും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും നല്ല മെഡിസിൻസ് ഒരിക്കലും അങ്ങനെ വന്ന ആൾക്കാർക്കും ഈ ചില സാധനങ്ങൾ ഒട്ടിപ്പിടിക്കാനുള്ള പ്രവണതയുള്ള ആ ചെറിയ സാധനങ്ങൾ നമുക്ക് വിട്ടുപോരാനൊക്കെ സഹായിക്കുന്നത് ഈ തയോസിനാമിൻ, കാൽക്കേരിയം ഫ്ലൂർ, ഫ്ലൂറിക് ആസിഡ്, സൈലീഷ്യ, കാഴ്സിനോസിൻ ഇങ്ങനെയുള്ള മെഡിസിൻസ് ആണ്. പിന്നെ ഇതൊക്കെ ഇപ്പോഴത്തെ റെപ്പർട്ടറിയിലുള്ളതാണ്, റഡാറിനകത്തുള്ള കാര്യങ്ങളാണ്. ഈ ക്യാൻസർ സർജറിക്ക് ശേഷമുള്ള കോംപ്ലിക്കേഷൻ അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ മെഡിസിൻ ആണുള്ളത്, കോക്കയാണ്, എർത്രോസൈലിൻ കോക്ക. നമ്മൾ പലപ്പോഴും ഓർക്കില്ല, ഇങ്ങനെയുള്ള മെഡിസിൻസ് ഒന്നും ഇങ്ങനെയുള്ള പിന്നെ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ ഓർക്കില്ല. പിന്നെ ചില കേസിനത് ഓപ്പറേഷൻ സക്സസ്, പക്ഷെ എന്താണ് രോഗി ചത്തുപോയി എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ രോഗിന്റെ ഓപ്പറേഷനൊക്കെ ഒരു കുഴപ്പമില്ലാണ്ട് കഴിഞ്ഞു, കാലിനോ കൈക്കൊക്കെ ആയിരിക്കും ഓപ്പറേഷൻ. പക്ഷെ പേഷ്യൻസിന് കത്തീറ്റർ ഇട്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്നും ഈ കത്തീറ്റർ എന്താ ചില യൂറിന്റെ ആ ഫ്ലോയ്ക്ക് തകരാറുകൾ വരുന്നു. പിന്നെ രോഗി സഫർ ചെയ്യുന്നത് ആ കത്തീറ്റർ ഇട്ടതിന്റെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഡിസിൻ ഈ കാലുപ്റ്റലെയും അതുപോലെ സ്റ്റാഫിസാഗ്രിയം. പിന്നെ സ്റ്റാഫിസാഗ്രിയം നമ്മൾ നല്ലോണം ഒന്ന് വായിക്കേണ്ട മെഡിസിനാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, നമ്മൾ ഈ സമയത്ത് നമ്മൾ വളരെ കുറച്ച് മെഡിസിൻസ് ഈ പോസ്റ്റ് സർജിക്കൽ കേസിന് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഈ മെഡിസിൻസ് എല്ലാം ഒന്ന് വായിക്കുക, ആ മെഡിസിൻസ് ആപ്ലിക്കബിലിറ്റി ഒന്ന് നോക്കുക. ഇപ്പൊ പിന്നെ സ്റ്റാഫിസാഗ്രിയനെ കുറിച്ച് അലൻ സ്കിനോട്ടിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ അലൻ സ്കിനോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അലൻ സ്കിനോട്ട് മലയാളത്തിനകത്ത് തന്നെ മലയാള പരിഭാഷ തന്നെ എങ്ങനെയാണ്? മൂർച്ചയുള്ള ഉപകരണങ്ങളിൽ നിന്നുള്ള ബാഹ്യക്ഷതങ്ങൾ, മൂർച്ചയുള്ള ഉപകരണങ്ങളിൽ നിന്നുള്ള ബാഹ്യക്ഷതങ്ങൾ, ശസ്ത്രക്രിയാനന്തര പ്രശ്നങ്ങൾ എന്നാണ്. പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള കംപ്ലൈൻസിനല്ല, ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള പ്രശ്നങ്ങൾക്കെല്ലാം അത് ഇറ്റാലിക്സ് ആണെന്ന് അറിയിക്കണം. കത്തി കൊണ്ട് മുറിക്കുന്നത് പോലെയുള്ള കൊടിയ വേദന. അപ്പൊ ഇത് മൂന്നാണ് ഈ സ്റ്റാഫിസാഗ്രിയയിൽ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ ഏത് സ്റ്റാഫിസാഗ്രിയയിൽ ഉണ്ടോ എന്ന് തന്നെ ചിലപ്പോൾ സംശയം തോന്നാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ടുള്ള കുറേ പ്രശ്നങ്ങൾക്ക് അതിനുശേഷമുള്ള ഇങ്ങനെ കത്തി കൊണ്ട് വീണ്ടും മുറിക്കുന്ന പോലുള്ള വേദനകൾ, ഈ സ്റ്റിച്ചുകളുടെ ആ ഭാഗത്തെല്ലാം ഇങ്ങനെ ദീർഘകാലം വേദന എടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം നമുക്ക് ഈ സ്റ്റാഫിസാഗ്രിയ നമുക്ക് വളരെ ഉപകാരപ്പെടും. പിന്നെ നമ്മള് കത്തീറ്ററിന് ശേഷമുള്ള നമ്മൾ പറഞ്ഞില്ല, പോസ്റ്റ് കത്തീറ്റർ ആയിട്ടുള്ള പ്രോബ്ലംസിനാണ് ആർണിക്കി, കലണ്ടലിയും സ്റ്റാഫിസാഗ്രിയാണ് ഏറ്റവും നല്ല മെഡിസിൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ കത്തീറ്റർ, ഹോമിയോപ്പതി സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ കത്തീറ്റർ എന്ന് പറയുന്നത് സോളിഡാഗോ എന്ന് പറഞ്ഞ മരുന്നാണ് എന്നുള്ള കാര്യം ഓർക്കുക. പോസ്റ്റ് ഓപ്പറേറ്റീവ് ബ്രോങ്കൈറ്റിസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് ബ്രോങ്കൈറ്റിസ് വരുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന ബ്രോങ്കൈറ്റിസ് വരുന്ന എത്തേറം, ETHEROM, എത്തേറം എന്ന് പറഞ്ഞ മെഡിസിനാണ്. അത് ബോറിക്കിനകത്തുള്ളതാണ്. പ്രൊഫസർ ബിയർ എന്ന് പറയുന്ന ഡോക്ടർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു മെഡിസിനാണ് പിന്നെ എത്തേറം. അത് ക്ലോറോഫോമിനം എന്ന മെഡിസിന്റെ തൊട്ട് താഴെയാണ് എഴുതിയിരിക്കുന്നത് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കോംപ്ലിക്കേഷൻസിനകത്ത് നമുക്ക് അത് പറഞ്ഞ് മാസ്റ്റക്ടമി, അതിനോട് കോംപ്ലിക്കേഷൻസ് അങ്ങനെ തന്നെ. കാരണം ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഫൈബ്രോയിഡോമ പിന്നെ ബ്രസ്റ്റിനകത്തൊക്കെ കോമണസ്റ്റ് ആയിട്ട് മാസ്റ്റക്ടമി വന്നിട്ട് നമുക്ക് പേഷ്യൻസിന് ധാരാളം കിട്ടാറുണ്ട്. ബെല്ലിസ് കാലൻഡുല എക്സ്റേ ആണ് അതിനുശേഷമുള്ള ഇൻഫെക്ഷൻസ് മാറാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, സർജറി എന്ന് പറഞ്ഞാൽ ആ അനസ്തീഷ്യ കൊടുക്കുന്ന അവിടെ മുതൽ അതിന്റെ പോസ്റ്റ് സർജിക്കൽ കോംപ്ലിക്കേഷൻസ് വരെ ഒരു ലെയറായിട്ട് കുറേ കാര്യങ്ങളിനകത്ത് ഇതിന്റെ ഹോമിയോപ്പതി മെഡിസിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവൻ സർജറിക്ക് തയ്യാറാക്കുന്ന കാര്യം വരെ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പൊ ഈ മെഡിസിൻ യൂസ്ഡ് ഈ സർജറി സമയത്ത് അനസ്തീഷ്യക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ ലാപ്രോസ്കോപ്പിക് പ്രൊസീജിയേഴ്സിനൊക്കെ വേണ്ടിയിട്ട്, ഇപ്പൊ ലാപ്രോസ്കോപ്പി വളരെ കോമൺ ആണല്ലോ. അപ്പൊ അതിന് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ട് കാർബൺ ഡയോക്സൈഡ് നിങ്ങൾക്ക് അറിയാം. കാർബൺ ഡയോക്സൈഡ്
വയറിനുള്ളിൽ നിറച്ചിട്ട് ഈ വയറിങ്ങനെ ബലൂൺ പോലെ വീർപ്പിച്ചിട്ടാണ് ഈ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. അതിനകത്തുള്ള വിഷ്വലൈസേഷൻ ക്യാമറയ്ക്ക് ഇത് കാണുകയും ഓപ്പറേഷൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിന് വലിയ വിഷവസ്തു അല്ല. കാരണം എന്താ വെച്ചാൽ ശരീരത്തിന് പരിചയമുള്ള സാധനമാണ്. നമ്മൾ ശ്വസിക്കുന്നു, അതിനകത്ത് നമ്മൾ ഓക്സിജൻ വലിച്ചെടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡും നൈട്രോജനും ബാക്കിയുള്ള കാര്യങ്ങളും നമുക്ക് പുറത്ത് കളയുകയും ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിൽ കലർന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ടെന്ന് നമുക്കറിയാം. കാർബൺ ഡൈ ഓക്സൈഡ് സെൻസിറ്റിവിറ്റി ബ്രെയിൻ ഉണ്ടാകുമ്പോഴാണ് ബ്രെയിൻ സെന്റേഴ്സ് പ്രവർത്തിക്കുക എന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് അബ്സല്യൂട്ട് ഓക്സിജൻ നമുക്ക് ടോക്സിക് ആവുന്നത്. കാരണം ഓക്സിജൻ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ശരീരത്തിന് ഓക്സിജൻ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല, തലച്ചോറിന് ഓക്സിജൻ എടുക്കാൻ പറ്റില്ല. കാർബൺ ഡൈ ഓക്സൈഡ് കലർന്ന ഓക്സിജനാണ് നമുക്ക് പറ്റുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ ഇവിടെ നമ്മൾ ഈ വയറിനുള്ളിൽ അങ്ങനെയുള്ള ഈ ഹോളോ ഓർഗൻസിന് ഉള്ളിൽ കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചിട്ട് ഇത് വയറ് വീർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതും ചിലർക്ക് കുറെ കാലത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഗ്യാസ് മുഴുവൻ തിരിച്ചു പോകാത്തതുകൊണ്ടല്ല, ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സാന്നിധ്യം വയറിന് പലർക്കും കുഴപ്പമുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള കണ്ടീഷൻസ്. അസറ്റിക് ആസിഡ് മോർഫിനമാണ് മെഡിസിൻ പറഞ്ഞിട്ടുള്ളത്. അസറ്റിക് ആസിഡ് ആൻഡ് മോർഫിനം. അത് ലാപ്രോസ്കോപ്പിക് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷവും പേഷ്യൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 2 മെഡിസിൻസും കൂടി വായിച്ചു നോക്കിയിട്ട് ഇതിന്റെ ഇൻഡിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പോസ്റ്റ് ഓപ്പറേറ്റീവ് ഗ്യാസ് പെയിൻസ് അത് മിക്കവാറും ആൾക്കാർക്ക് വരാറുള്ളതാണ്. അതിനകത്ത് നെക്സോമിക്കും റഫാനസും ആണ് ഏറ്റവും നല്ല മെഡിസിൻസ്. നിങ്ങൾക്കറിയാം റഫാനസിനകത്ത് റഫാനസ് നെക്സോമിക്ക് പല രീതിയിൽ വരും. കാരണം അവർ കഴിച്ച മെഡിസിന്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് ഒന്നാമത് കോൺസ്റ്റിപ്പേഷൻസ് വരാം, ഗ്യാസ് പെയിൻസ് വരാം. അതല്ലാതെ തന്നെ ഈ ഗ്യാസ് പെയിൻസ് വരാം, ഉറക്കം ശരിയാവുന്നുണ്ടാവില്ല, മെഡിസിന്റെ എഫക്റ്റ്, മറ്റുള്ള പല കാരണങ്ങൾ കൊണ്ട് നെക്സോമിക്കിന്റെ ഇൻഡിക്കേഷൻസ് വരാം. പിന്നെ റഫാനസ് ആണ്. റഫാനസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് അറിയാം. ഈ ഗാഡ റാഡിഷ് എന്ന് പറഞ്ഞ നമ്മള് പച്ചക്കറി മാർക്കറ്റിൽ കിട്ടുന്ന വെള്ള ആ സാധനമല്ലേ, അതാണ് റാഡിഷ് എന്ന് പറയുന്ന ആ കിഴങ്ങ്. ബ്ലാക്ക് ഗാർഡൻ റാഡിഷ് ആണ് ശരിക്കും റഫാനസ് സറ്റൈവ എന്ന് പറയുന്നത്. പോസ്റ്റ് ഓപ്പറേറ്റിംഗ് ഗ്യാസ് പെയിൻസ് എന്നാണ് അതിനകത്ത് നമുക്ക് ബോറിങ്ങിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. നോ ഫ്ലാറ്റസ് എമിറ്റഡ് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്സ്. അതാണ് അത്. ഗ്യാസ് ഇങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ ചില പേഷ്യൻസ് എന്നിട്ട് പറയും ഇത് മേലോട്ടും ഇല്ല താഴോട്ടും ഇല്ല എന്ന് പറയും. അപ്പൊ ഗ്യാസിന് ഏറ്റവും നല്ല ഈവൻ ടിഞ്ചർ ഫോമിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും നല്ല ഈ ഗ്യാസിന് ഉള്ള റെമഡീസിനകത്ത് നമ്മൾ ട്രൈ ഓഫ് ഫ്ലാറ്റ് ലെൻസ് അറിയാമല്ലോ, നമുക്ക് സാധാരണ കാർബോജ്, ചൈന ലൈക്കോപ്പൊടിയും പറയും. അതിനൊപ്പം തന്നെ അതിൽ തന്നെ ചില ഈ ട്രയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവ 3ഉം ഒരുമിച്ച് നിൽക്കത്തക്ക രീതിയിൽ എഫക്റ്റീവ് ആണോ എന്ന് ചിലപ്പോഴൊക്കെ സംശയം തോന്നാറുണ്ട്. പക്ഷെ അതിന്റെ കൂടെ 4ാമനായിട്ട് ചേർക്കുവാണെങ്കിൽ ചേർക്കാവേണ്ട മെഡിസിൻ റഫാനസ് ആണ്. റഫാനസ് 30 ഓർ ടിഞ്ചർ രണ്ടും ഉപയോഗിക്കാം. പിന്നെ എനിക്ക് ഈ ഗ്യാസ്ട്രിക് ആസിഡിറ്റിക്ക് വരുമ്പോഴേ റഫാനസിന്റെ ഒപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു മെഡിസിൻ റൊബീനിയാണ്. റൊബീനിയ ഉപയോഗിക്കാത്തവർ ഉപയോഗിക്കുക. റൊബീനിയ നെഞ്ചരിച്ചൽ എന്ന് പറയുന്ന പുളിച്ചുകേട്ടൽ അങ്ങനെ അസിഡിറ്റിക്ക് ഏറ്റവും നല്ലൊരു മെഡിസിനാണ്. ഈ റഫാനസും റൊബീനിയും വളരെ 2 6 തുടങ്ങുന്നതുകൊണ്ടും അടുത്തടുത്തുള്ള മെഡിസിൻസ് ആയതുകൊണ്ടും വളരെ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു മെഡിസിൻസ് ആണ് ഇവർ രണ്ടുപേരും. അപ്പൊ റഫാനസ് ആണ് ഈ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഗ്യാസ് പെയിൻസിനകത്തൊക്കെ പറ്റുക. ഈ റഫാനസിനെ കുറിച്ചിട്ട് ബോറിങ്ങിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. റഫാനസ് എന്ന് പറഞ്ഞാൽ ഈ റാഡിഷ് ഇത് കഴിക്കുമ്പോണ്ടല്ലോ നമ്മൾ ക്യാരറ്റ് പോലെ ഇരിക്കുമല്ലോ, അപ്പൊ ഇത് പുഴുങ്ങി കഴിക്കും. ഈ പുഴുങ്ങി കഴിക്കുമ്പോ ഈ ഗ്യാസിന്റെ പ്രശ്നം അത് കഴിക്കുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നം ഉണ്ടാകും. കേരളത്തിൽ അധികം ആൾക്കാർക്ക് വലിയ ഇഷ്ടമുള്ള സാധനം അല്ല ഇത്. ഈ പ്രധാനമായിട്ട് ചിലപ്പോൾ പറയുന്നത് ഗ്യാസിന്റെയും കൂടി ആയിരിക്കും. അതിനകത്ത് ബോറിങ്ങിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ ഉപ്പ് ചേർന്നിട്ട് പുഴുക്കി കഴിഞ്ഞാൽ സിംറ്റം വിൽ നോട്ട് അപ്പിയർ ഇഫ് സാൾട്ട് ഈസ് യൂസ്ഡ് വിത്ത് റാഡിഷൻ അവർ. ഉപ്പ് ചേർത്തിട്ടാണ് അത് പറയുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഗ്യാസിന്റെ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഒന്നും മനസ്സിൽ വയ്ക്കുക. പോസ്റ്റ് ഓപ്പറേറ്റീവ് കോൺസ്റ്റിപ്പേഷൻ, എക്സോമിക് ഓപ്പിയം, കോൺസ്റ്റിപ്പേഷൻ ആഫ്റ്റർ ലാപ്രോട്ടമി. ലാപ്രോട്ടമി എന്ന് പറഞ്ഞാൽ വയറ് തുറന്നിട്ടുള്ള ഓപ്പറേഷൻസിനാണ്. അതിനും ഈ ഓപ്പിയം നെക്സോമിക് തന്നെയാണ് നമുക്ക് പറയാറുള്ളത്. അടുത്തത് സർജറിന്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് സർജറിന്റെ അടുത്ത ഒരു പ്രധാന പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടത് ഈ അവയവങ്ങൾ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് വെദർ ഇറ്റ് ഈസ് ഡിസീസ്ഡ് അല്ലെങ്കിൽ ആ ഡിസീസ്ഡ് അവയവങ്ങളാണ് മിക്കവാറും മാറ്റിക്കളയാം. ആ അവയവം മാറ്റിക്കഴിഞ്ഞാൽ അനുഭവപ്പെടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും കോമൺസ്റ്റ് ആയിട്ട് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. തൈറോയിഡക്ടമി നമുക്കറിയാം. അതിനകത്ത് തൈറോയിഡക്ടമിയിൽ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ തൈറോയിഡക്ടമി ഒക്കെ കഴിയും. എന്നിട്ട് അവരത് FNAC പിന്നെക്ക് മുമ്പുള്ളതാണെങ്കിൽ അതിൽ തൈറോയ്ഡ് അതിന്റെ ടെസ്റ്റുകൾ ക്യാൻസർ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വിടും. ചില ലാബുകളെ കുറിച്ചിട്ട് പറയാറുള്ളത് ഏതായാലും ഫുൾ റിമൂവ് ചെയ്തു, ക്യാൻസർ ആണെന്ന് പറഞ്ഞാലും ക്യാൻസർ അല്ല എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല,
ക്യാൻസർ ആണ് എന്ന് പറഞ്ഞാൽ ചില രോഗികൾക്ക് ഒരു സമാധാനമാണ്. ഇവിടെ പൈസ മുതലായി എന്ന് പറയും. അല്ലാണ്ട് ഈ ക്യാൻസർ ഇല്ലാത്ത ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ക്യാൻസർ ഒന്നും ആവുന്ന ഒരു ലക്ഷണം ഉണ്ടായിരുന്നില്ല, ഇത് അവിടെ ഇരിക്കും മാത്രമേ സൗന്ദര്യ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നൊരു മാനസിക വിഷമം തോന്നില്ല. അവർക്ക് ആ കുഴപ്പമുണ്ടായിരുന്നു, ഇച്ചിരി കുഴപ്പത്തിന്റെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു പറഞ്ഞാൽ രോഗികൾ സന്തോഷത്തോടു കൂടി ഇരിക്കും. പക്ഷെ ഒരു തൈറോയിഡക്ടമിക്കുള്ള പ്രശ്നം, ടോട്ടൽ തൈറോയിഡക്ടമിക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് പ്രശ്നങ്ങളെ ചെറിയ നെഞ്ചെടുപ്പോ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാവുള്ളൂ. പക്ഷെ അന്ന് മുതൽ ഈ രോഗി എന്നും തൈറോയിഡ് കഴിക്കണമെന്നുള്ളത് 100 mg അല്ലെങ്കിൽ അതിന്റെ ഒരു ഫിക്സ്ഡ് ഇതിൽ കഴിച്ചുകൊണ്ടിരിക്കണം. അത് എന്നാൽ പോലും ഇതിന് നമ്മുടെ ശരീരം പിന്നെ ഒരു ഓട്ടോമാറ്റിക് സെൻസർ ഉപയോഗിച്ചിട്ട് നമ്മുടെ ശരീരത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് തൈറോയ്ഡ് ഹോർമോൺ ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുക. പക്ഷെ ഈ കേസിനകത്ത് എങ്ങനെയാണ്? അതൊന്നുമില്ല, ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ ആവശ്യത്തിനായിരിക്കും. നമുക്കൊരു ഇമോഷൻസ് കൂടുമ്പോൾ ഒരു ഹോർമോൺ കൂടണമെന്നില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇന്നത്രയും ഹോർമോൺസ് വേണ്ട, നമ്മുടെ ശരീരത്തിന് വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തൈറോയ്ഡ് ഹോർമോൺസ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ അതിന് സൈഡ് എഫക്റ്റ് പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതിൽ ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ ഇപ്പൊ യുദ്ധത്തിന്റെ കാലമാണ്. ഒരു തൈറോയ്ഡ് ഹോർമോൺ, ആ ഒരു തൈറോയ്ഡ് ഹോർമോൺ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക, അവിടെയാണ് പ്രശ്നം വരുന്നത്. ഒരു തൈറോയ്ഡ് കിട്ടാതെ വരികയോ ഒരു ഇൻസുലിൻ കിട്ടാതെ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഈ യുദ്ധം നടക്കുന്ന സ്ഥലങ്ങളിൽ, മുമ്പ് ചെന്നൈയിൽ ഒരു പ്രാവശ്യം ആ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കുറച്ച് ആഴ്ചകൾ ഒരു മെഡിസിൻ കിട്ടാതെ വന്നു. അന്ന് രോഗികൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് വെറും സാധാരണമായിട്ടുള്ള ഇൻസുലിൻ കിട്ടാതെയും ഈ തൈറോയ്ഡ് മരുന്നുകൾ കിട്ടാതെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഈ യുദ്ധത്തിന്റെ അനന്ത ഭീകരതകൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ വളരെ നിസ്സാരമായ എന്ന് കരുതുന്ന ചില സാധനങ്ങൾ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഈ രോഗി എന്താ പറയുക, ചത്തതിനൊപ്പം യുദ്ധത്തിന്റെ ഒരു വിക്റ്റിമായിട്ട് ഇവരും മാറും, ഈ മരുന്നുകൾ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഒരു തൈറോയിഡക്ടമി എന്ന് പറഞ്ഞാൽ അവർ ഈസി ആയിട്ട് പറയും, അതങ്ങ് മുറിച്ച് കളഞ്ഞു, ഇനി എന്നും മരുന്ന് കഴിച്ചാൽ മതി എന്നും മരുന്ന് കഴിച്ചാൽ മതി. നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം പോവുകയും ചെയ്തു, എന്നിട്ട് ആജീവനാന്ത കാലം നമ്മൾ മരുന്ന് കഴിക്കണം. എത്ര വില കൂടിയാലും നമ്മൾ ഇത് കഴിക്കേണ്ടി വരും. കാരണം നമുക്ക് ഇതില്ലാണ്ട് കഴിയില്ല. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം മുഴുവനായിട്ട് നമുക്ക് നഷ്ടപ്പെടുത്തിയിട്ട് ഇനി നിങ്ങൾ എന്നും മരുന്ന് കഴിച്ചോ എന്നുള്ളതാണ് ഒരു ചികിത്സാ രീതി ഉപയോഗിക്കുന്ന അവരുടെ ഒരു രീതി. അതങ്ങനെ, അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ കുറെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പകരം എന്ത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം വലിയ വലിയ വിഷയങ്ങളാണ്. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം സമയം കിട്ടുകയാണെങ്കിൽ. അതുപോലെ ഹിസ്റ്റക്ടമി ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു ശരീരത്തിന്റെ ഹിസ്റ്റക്ടമി, അതിന് കൂടെ ഓവറി, ടോട്ടൽ ഹിസ്റ്റക്ടമി ഒക്കെ നടത്തുമ്പോൾ ഓവറി പോയി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ട് ഉണ്ടാകുന്ന സൈക്കോളജിക്കൽ പ്രശ്നങ്ങളുണ്ട്, ഹോർമോണൽ പ്രശ്നങ്ങളുണ്ട്, കോസ്മെറ്റിക് പ്രശ്നങ്ങളുണ്ട്. ഇത് ഓരോന്നിനും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ടോൺസിലെക്ടമി, ആ ഒരു അവയവം പോയി കഴിഞ്ഞാൽ ടോൺസിൽ, ഇപ്പൊ നമ്മൾ അഡിനോ ടോൺസിലെക്ടമി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ആ വാൽഡേഴ്സ് റിംഗ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരിക്കുന്നത് ശരീരത്തെ വായന്റെ ഉള്ളിലോട്ട് രോഗാണുക്കൾ കയറാതിരിക്കാനുള്ള ഒരു പട്ടാള വ്യൂഹമാണ്. ആ ഫ്രണ്ട് ഗേറ്റ് കാവൽക്കാരാണ് ഈ ഒരു വളയത്തിലുള്ള ഈ വാൽഡേഴ്സ് റിംഗ് എന്ന് പറഞ്ഞത്. ആ കാവൽക്കാരെ മുഴുവൻ ഇല്ലാതെയാക്കി. ഇപ്പൊ എന്തായിരിക്കും സംഭവിക്കുക? ഇപ്പൊ അയത്തുള്ള ഖുമാനിക്ക് പട്ടാളക്കാരുണ്ടായിരുന്നെങ്കിൽ, അതിന് ചുറ്റൊരു ഒരു കവചം ഉണ്ടായിരുന്നെങ്കിൽ അയത്തുള്ള ഖുമാനിനെ നിന്ന് വധിക്കാൻ പറ്റുമായിരുന്നില്ല. അത്ര ശക്തമായ ഒരു ആയുധം മുകളിൽ നിന്ന് അവർ വിചാരിക്കാത്ത ഒരു ലൊക്കേഷനിൽ നിന്ന് വരുന്നുണ്ട്. ഫ്രണ്ട് ഗേറ്റിൽ ഏതായാലും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലോട്ട് ഒരാൾക്ക് പോലും കയറാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് ഗേറ്റിൽ വച്ചിരിക്കുന്ന ഈ സാധനങ്ങളാണ് ഇവ. ഈ സാധനങ്ങളെ മുഴുവൻ നമ്മൾ പട്ടാളക്കാരെ മുഴുവൻ അങ്ങോട്ട് എടുത്തു മാറ്റി. കാരണം അവന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നു. കാരണം അവര് ഈ രോഗാണുക്കളെ കാണുന്നു, കൊല്ലുന്നതുകൊണ്ട് അവർക്ക് ഇൻഫെക്ഷൻ വരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു പഴുപ്പ് എന്ന് പറഞ്ഞാൽ, പസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? നമ്മുടെ മൈക്രോഫേസ് ആണ്. നമ്മുടെ വെളുത്ത രക്താണുക്കളും യുദ്ധത്തിൽ ചത്തുവീണ വെളുത്ത രക്താണുക്കളും ആ മൈക്രോബ്സും ചേർന്ന ഒരു സാധനമാണ് പഴുപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മുടെ പട്ടാളക്കാരുടെ ശവശരീരങ്ങളുണ്ട്, അവരോട് പൊരുതിയ രോഗാണുക്കളുടെ ശവശരീരങ്ങളും ഉണ്ട്. അപ്പൊ ഇവയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഈ രോഗാണുക്കൾ നേരെ ഉള്ളിലോട്ട് പോയി എവിടെയൊക്കെ ബാധിക്കും. ന്യൂമോണിയ ആണെങ്കിൽ ന്യൂമോണിയ, അല്ലെങ്കിൽ ആന്തരാവയവങ്ങളാണെങ്കിൽ ആന്തരാവയം, ഇങ്ങനെ ബാധിക്കും. അപ്പൊ ടോൺസിലെക്ടമി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി, അതുപോലെ ഏറ്റവും ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പൊ നമ്മുടെ ജനറൽ ഇമ്മ്യൂണിറ്റി കുറയും. അത് മാത്രമല്ല, ടോൺസിലിൽ കൂടെ കുറേ ഹോർമോൺ പ്രോസസ്സിങ് നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനൊക്കെ ആ പ്രാധാന്യങ്ങളൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അതുപോലെ സൈനസൈറ്റിസിന്റെ ഓപ്പറേഷൻസ് നിങ്ങൾക്കറിയാം, എല്ലാവരും പറയും പിന്നെ സൈനസ് റെക്കറന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ ആ മാസ്റ്റോയിഡ് നമ്മള് പിന്നെ മാസ്റ്റോയിഡ് അല്ല ഇവിടുത്തെ സൈനസൈറ്റിസ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സാധാരണ അവർ ചെയ്യുന്ന ഒരു രീതി നിങ്ങൾക്കറിയാം. ആ സൈനസിലോട്ട് മാക്സിലറി സൈനസൈറ്റിസ് വരുമ്പോൾ മാക്സിലറി സൈനസിലോട്ടുള്ള മൂക്കിൽ നിന്നുള്ള ആ ദ്വാരം, നമ്മൾ ആ കോങ്കേന്റെ അടിയിലുള്ള ആ ദ്വാരം തുറന്നു വിടുന്നു, വലുതാക്കുന്നു. വലുതായി കഴിയുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ മാക്സിലറി സൈനസിൽ നിന്ന് ഉള്ള ഡ്രെയിനിങ് ഈസി ആയിട്ട് വരും. മാക്സിലറി സൈനസിൽ നിന്നുള്ള ഡ്രെയിനിങ് ഈസി ആയിട്ട് വരും, ശരിയാണ്, വേഗം പഴുപ്പ് പോകും. പക്ഷെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വീണ്ടും ഈസി ആയിട്ട് അങ്ങോട്ട് കയറുകയും ചെയ്യും. കാരണം തുള അവിടെ വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ട് പോസിബിലിറ്റി ആണ്. ഇങ്ങോട്ട് പഴുപ്പ് വരും എന്ന് പറഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പഴുപ്പ് കയറുകയും ചെയ്യും. പക്ഷെ രോഗിക്ക്
പെട്ടെന്ന് പഴുപ്പ് പോകും, വേദന കുറയും എന്നൊരു ആശ്വാസം കിട്ടും. പക്ഷെ റെക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ അത് കറക്റ്റ് ചെയ്തതിന് ശേഷവും രോഗി സഫർ ചെയ്യുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം DNS ആണ്, മൂക്കിന്റെ പാലം വളയുന്നത്. DNS ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോക്കുമ്പോൾ മൂക്കിന്റെ പാലം നേരെ അതിന്റെ ഉള്ളിലുള്ള ആ എല്ലിന്റെ എന്താണ് സെമി കാർട്ടിലേജ് അതങ്ങ് എടുത്ത് മാറ്റിയിട്ടുണ്ടോ. പക്ഷെ പേഷ്യന്റിന് മൂക്കടപ്പോട്ട് മാറിയിട്ടുണ്ടാവില്ല. പക്ഷെ അപ്പോൾ അവിടെ മെക്കാനിക്കൽ പ്രോബ്ലം മാറുകയും കൂടി ചെയ്തുകൊണ്ട് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഈ ഗ്ലോൾ ബ്ലാഡർ സർജറി ചെയ്ത് കഴിഞ്ഞാലേ അവർ ബ്ലാഡർ എടുത്ത് മാറ്റുന്ന സർജറിക്കകത്ത് ഇതേ പ്രശ്നം വരും. അപ്പൊ അവിടെ ഗോൾ ബ്ലാഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈല് സൂക്ഷിച്ചു വെക്കേണ്ട ഒരു അവയവമാണല്ലോ. അപ്പൊ ആ ബൈല് സൂക്ഷിച്ചു വെക്കാണ്ട് എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഇപ്പൊ ബിരിയാണി കഴിക്കുമ്പോൾ അപ്പൊ നോമ്പ് ഓർക്കാണ് ആ ബിരിയാണി കഴിക്കണം. ബിരിയാണി കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഗോൾ ബ്ലാഡർ കൺട്രാക്ട് ചെയ്ത് ആവശ്യത്തിനുള്ള ബൈൽ അങ്ങോട്ട് കൊടുക്കും. ഇവൻ അതല്ല കഴിക്കുന്നത്, ഫാറ്റി ഫുഡ് അല്ല കഴിക്കുന്നത്, സാധാരണ മറ്റുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഗോൾ ബ്ലാഡറിന്റെ പ്രവർത്തനങ്ങൾ അവിടെ അത്രയും ആവശ്യം വരില്ല. അപ്പൊ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകി കഴിഞ്ഞു, ബ്ലാഡർ അങ്ങ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഇത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവർക്ക് എല്ലാ ഭക്ഷണം കഴിക്കുമ്പോഴും ഇവർക്ക് ഈ പ്രശ്നം ആവശ്യമില്ലാതെ ബൈൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഫാറ്റി ഫുഡാണ് കഴിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിന് സ്റ്റോർ ചെയ്ത് ഒന്നിച്ച് ബൈൽ കിട്ടാതെ വരും. അപ്പൊ ഗ്യാസ്ട്രിക് ഡിസ്റ്റൻഷൻസ് വരും. എന്നും ആജീവനാന്ത കാലം ഈ രോഗി ഗ്യാസ്ട്രിക് ഡിസ്കംഫർട്ട് കൊണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ആ ഗ്യാസ്ട്രിക് ഡിസ്കംഫർട്ട് വരുന്നു, അതിനുള്ള ദിവസം മരുന്ന് കഴിക്കുന്നു. ആ മരുന്നുകൾ അനിശ്ചിതകാലം കഴിക്കുമ്പോൾ അതിനുള്ള സൈഡ് എഫക്ട്സും പ്രശ്നങ്ങളും വേറെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള കേസിനകത്തൊക്കെയാണ് നമ്മുടെ ട്രയോസ്, നമ്മളെ ചൈന ലൈക്കോപോഡിയം ഒക്കെ സഹായിക്കുക. ചൈന ലൈക്കോപോഡിയം, കാഡസ് മരിയാനസ്, പൾസാറ്റ് ലഭ്യമാണ് ഈ ഗോൾ ബ്ലാഡർ സർജറിക്ക് ശേഷമുള്ള ആഫ്റ്റർ എഫക്ട്സിന് ഏറ്റവും ഗുണകരമായിട്ട് വരിക. പിന്നെ ഈ ഓറിഫൈസിലുള്ള സർജറി നിങ്ങൾ ആലോചിച്ച് നോക്കിട്ടോ. ഓറിഫൈസ് എന്ന് വെച്ചാൽ യൂറത്തുള്ള ഓറിഫൈസിനകത്ത് സർജറീസ് വരും. ആനല് ഹെമറോയിഡ്സിനും ഫിസ്റ്റുലയ്ക്കും ഒക്കെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ഈ സെക്കൻഡറി ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കും. കാരണം അതൊരു നമ്മുടെ വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു കുഴലായതുകൊണ്ട് എപ്പോഴും അവിടുന്ന് രോഗാണുക്കൾ എസെൻഡിങ് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കും. കത്തിയിട്ടിട്ട് കഴിഞ്ഞാൽ കത്തിയുടെ കൂട്ടുള്ള എസെൻഡിങ് ആയിട്ട് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന കണ്ടീഷനകത്ത് റെക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കാവുന്നത് കലണ്ടുല, സ്റ്റാഫിസാഗ്രിയ, മറ്റൊന്ന് കോളോസ് എന്നാണ്. ഈ ഒരു ഇതിനകത്ത് നിന്ന് ഓർക്കണം കേട്ടോ. പിന്നെ ഐ സർജറി, കണ്ണിന്റെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം പേഷ്യൻസിന് കാഴ്ചയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കട്രാക്ടർ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പോലും കാഴ്ച കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇവർക്കൊരു എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ഇറിറ്റേഷൻ ഉണ്ടായിട്ട് ഒരു അസ്വസ്ഥത അനുഭവിക്കൊണ്ടിരിക്കും. കാരണം അത് കണ്ണു അതുമായിട്ട് പൊരുത്തപ്പെടാതിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ അതിനകത്ത് ആർണിക്ക, കരണ്ടുല, യൂഫ്രേഷ്യ, ഹൈപ്പരിക്കം, സ്റ്റാഫിസാഗ്രിയ, അക്കോണൈറ്റ്, ഇവ മൂന്നുമാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാനായിട്ട് കണ്ടിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ ഈ പറയുന്ന വെച്ചാൽ ഇത്രയൊക്കെ മെഡിസിൻസ് മതി നമുക്ക് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുകയാണ്. ലോസ് ഓഫ് പാർട്സിനകത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള അവയവങ്ങൾ നഷ്ടപ്പെടുന്നതിനകത്ത് കുറേ ഇമ്പാക്റ്റുകളുണ്ട്. അപ്പൊ അതിനകത്ത് സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്, ഹോർമോണൽ ഇമ്പാക്റ്റ് ഉണ്ട്, കോസ്മെറ്റിക് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടോ. അപ്പൊ അതിനകത്ത് ഈ കുറച്ചുണ്ട് തന്നെ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിനെ കുറിച്ച്. ഇതിനെല്ലാം ഹോമിയോപ്പതി മെഡിസിൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത്. ഇപ്പോ ഒരു ഇതില്ല, മാസ്റ്റർടെമി ചെയ്തു എന്നായിരിക്കും. മാസ്റ്റർടെമി ചെയ്തു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു പ്രോസസ്സ് വയ്ക്കുകയോ അതല്ലെങ്കിൽ ഒന്നും വയ്ക്കാതിരിക്കുകയോ ചെയ്താലുള്ള ഒരു പ്രശ്നം വരില്ല. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെയുള്ള കൗൺസിലിംഗ് കേസുകൾ, എനിക്ക് തോന്നുന്നൊരു 3-4 കേസുകൾ ഞാനിത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരിക്കല് ഒരു ഇൻഫെർട്ടിലിറ്റി കേസിന് ട്രീറ്റ് ചെയ്യുമ്പോഴും ആക്ച്വലി ഇവർക്ക് ബ്രസ്റ്റ് റിമൂവ്, കല്യാണം കഴിഞ്ഞ് 2-3 മാസത്തിനുള്ളിൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്തത്. ആ ബ്രസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഇവര് വരുന്നത് ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കുമ്പോൾ വേറെ ഒരു പ്രശ്നമില്ല, ആകെ ഈ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളൂ, ഒരു ബ്രസ്റ്റാണ് റിമൂവ് ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ കുറെ നേരം അവരോട് സംസാരിച്ചു. ഞാൻ പലപ്പോഴും മുമ്പ് എൻ്റെ ക്ലാസ്സിൽ എനിക്ക് ഓർമ്മയുണ്ടോ, നമ്മൾ ഈ സൈക്കോളജിക്കൽ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി ഒന്ന് ഈ സ്ത്രീയെ സംബന്ധിച്ചോളം നമ്മൾ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ഞാൻ പറയാം, അവർക്ക് അവരുടെ ശരീരം എന്നുള്ളത് വളരെ പ്രാധാന്യപ്പെട്ട ഒന്നായിരിക്കും. അപ്പൊ അവരുടെ പാർട്ട്ണർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഭാഗമായിരുന്നു അവരുടെ ആ ഒരു ശരീരഭാഗം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെട്ടതോടുകൂടി ഇദ്ദേഹത്തിന് എന്നെ ആസ്വദിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ ശരീരം നഷ്ടപ്പെട്ടതോടുകൂടി ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു അഫെക്ഷന് പ്രോബ്ലം വന്നു എന്ന് ആ ഒരു സ്ത്രീയുടെ ഉള്ളിൽ ഒരു സബ് കോൺഷ്യസ് ഒരു ചിന്ത വല്ലാതെ ഉണ്ടായിരുന്നു. ആ ചിന്ത ഹസ്ബൻഡ് അറിയുന്നില്ല, ഇവരൊട്ടത് പരസ്പരം പറയുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ കുറെ സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോഴ്സ് അവരിൽ എത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ നമ്മൾ സാധാരണ ആ സപ്രസ്ഡ് ഇമോഷൻസിനകത്തുള്ള മെഡിസിൻസ് കൊടുത്തു. എന്നിട്ട് ഹസ്ബൻഡിന് കാര്യം പറഞ്ഞു മനസ്സിലായി.
അപ്പൊ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ഇവര് തമ്മിലുള്ള അദ്ദേഹം അത്ഭുതപ്പെടുന്നത്. കാരണം ഇത്രയും കാലം ഉണ്ടായിട്ട് നീ എന്നെ ഇങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്, നിന്റെ ശരീരത്തെയാണോ ഞാൻ സ്നേഹിച്ചത്. അവര് തമ്മിലുള്ള ആ പ്രോബ്ലംസ് മുഴുവൻ എന്റെ മുമ്പിൽ ഇരുന്ന് ഒറ്റ നിമിഷം കൊണ്ട് തീർക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവണം. ഇപ്പൊ ഈ ഹിസ്റ്റഡമി കഴിഞ്ഞു കഴിഞ്ഞാൽ പല പിന്നെ ഭാര്യമാരുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇനി നമുക്ക് ഒരു സെക്ഷൽ ലൈഫ് ഇല്ല എന്നുള്ളത്. ഡോക്ടർമാർ എങ്ങനെയാണ് ഇത് ഓപ്പറേഷൻ ചെയ്യുന്നത് വളരെ കൃത്യമായിട്ടൊന്നും പ്രത്യേകിച്ച് ഗവൺമെന്റ് ആശുപത്രിയിലൊന്നും പലപ്പോഴും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറില്ല. അപ്പൊ ഇവരുടെ ഒരു ധാരണ തരും. എനിക്ക് ഒരു ഡോക്ടർ തന്നെ പിന്നെ ആൾറെഡി സിസ്റ്റത്തിൽ നമ്മുടെ ആയുഷ് സിസ്റ്റത്തിൽ ഒരു ഡോക്ടർ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവരുടെ അമ്മയുടെ സർജറി കഴിഞ്ഞതിന്റെ അവര് വിചാരിച്ച് യൂട്രസ് എടുത്തു കഴിയുമ്പോൾ ഇനി ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ അവിടെ നേരെ അങ്ങോട്ട് വയറിനകത്തേക്കാണ് പെൻസ് പോവാന്നാണ് അവരുടെ ധാരണയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, അവിടെ സെർവിക്സ് അവിടെ ബാക്കി വെക്കുന്നുണ്ടെന്നുള്ളൊരു ചിന്തയില്ല. അപ്പൊ അതുകൊണ്ട് ഹിസ്റ്റഡമി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും പാടില്ല എന്ന് അവരുടെ അമ്മയോട്, അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരുടെ അമ്മയോട് ഇൻസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യം ഇതായിരുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ലൈംഗിക ബന്ധം പിന്നെ ഇല്ലാതെ ഇരിക്കുമ്പോൾ അത് അവരുടെ കുടുംബ ബന്ധത്തെയാണ്, അച്ഛനും അമ്മയും നമ്മൾ ഇന്ററാക്ഷനെയാണ് ബാധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ആ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റുകൾ വലുതാണ്. വാസക്ടമി ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസി വരുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം. വാസക്ടമിയും ഇമ്പോർട്ടൻസി ആയിട്ട് യാതൊരു ബന്ധമില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. അവരെ സയൻസ് പറഞ്ഞു കൊടുത്ത് ഇത് ഇന്നതാണ് പ്രോബ്ലം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബാധ്യതയും നമുക്കുണ്ട്. അത് മാത്രമല്ല അവരുടെ ആ ഉള്ളിലുള്ള അങ്ങനെയുള്ള സപ്രസ്ഡ് ഫീലിങ്സ് പറഞ്ഞ് മനസ്സിലാക്കി മെഡിസിന്റെ ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ലോസ് ഓഫ് സെക്ഷൽ ഇൻട്രസ്റ്റ്, ഇങ്ങനെയുള്ള ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് ലോസ് ഓഫ് സെക്ഷൽ ഇൻട്രസ്റ്റിന് ഏറ്റവും നല്ല മെഡിസിൻസ് എല്ലാ പ്രാവശ്യമുള്ള സെക്ഷൽ ഇൻട്രസ്റ്റിന് മെഡിസിൻസ് പോലെ തന്നെയാണ് ഫീമെയിൽസിന് സെപ്പിയും കോസ്റ്റിക്കുമാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. സെപ്പിയ, കോസ്റ്റിക്കം, ആസിഡ് ഫോസ് ആൻഡ് ഫോസ്ഫറസ്. ഇതേ സംഭവം മെയിലാണെന്ന് വിചാരിക്കുക. പോസ്റ്റ് സർജിക്കലായിട്ട് ഈ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റുകൾ എസ്പെഷ്യലി ഇങ്ങനെയുള്ള ഒരു സെക്ഷൽ ഫീൽഡിലുണ്ടെങ്കിൽ കാർബോവെജും സ്റ്റാഫിസാഗ്രി ക്ലോറോഫോമിനും നമ്മുടെ മെഡിസിൻ ആണോന്ന് വായിച്ചു നോക്കുക. പക്ഷെ അതിനകത്ത് ഇങ്ങനെയുള്ള കുറേ സിംറ്റംസ് അധികം പറഞ്ഞിട്ടില്ല. പക്ഷെ ക്ലോറോഫോമിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരാമെന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത് ഈ ലോസ് ഓഫ് പാർട്ട് ഉണ്ടാവുന്ന ഹോർമോണൽ എഫക്റ്റുകൾ. ആ ഹോർമോണൽ എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ പകരം എന്ത് എന്നുള്ള കാര്യം ആലോചിക്കണം. ഇപ്പോൾ ഏറ്റവും കോമൺസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഊഫറക്ടമി. ഇപ്പൊ നമ്മൾ ടോട്ടൽ ഹിസ്റ്ററക്ടമി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ അണ്ടാശയം കൂടി എടുത്തു കളയുന്നു. ഈ അണ്ടാശയം കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഇൻഡ്യൂസ്ഡ് മെനോപോസിന് തുല്യല്ലേ, നമുക്കറിയാമല്ലോ. പെട്ടെന്ന് മെനോപോസ് വരുന്ന, അതുപോലെ ഹോർമോൺസ് കുറയും. അങ്ങനെ വരുമ്പോൾ പിന്നെ ശരീരത്തിന് പിന്നെ ഏർലി മെനോപോസിന്റെ കുറെ സിംറ്റംസ് വരാൻ തുടങ്ങും. ഏർലി മെനോപോസിന് അലോപ്പതിയിൽ ഇപ്പൊ എന്താ പറയാൻ പറ്റുക, ഇതിൽ ഈസ്ട്രജൻ ഇൻഡ്യൂസ്ഡ് ആണ്, ഇത് ഈസ്ട്രജന്റെ ലഭ്യത കുറയുന്നതുകൊണ്ട് വരുന്നതാണ്. അവർ ഈസ്ട്രജൻ കൊടുത്തുകൊണ്ടിരിക്കാൻ നോക്കുക. ഈസ്ട്രജൻ ശരീരത്തിന് അതുമായിട്ട് പൊരുത്തപ്പെടാനുള്ള കുറെ പ്രശ്നങ്ങൾ, ഈസ്ട്രജൻ കഴിച്ചു കഴിഞ്ഞാലുള്ള മറ്റ് ഈസ്ട്രജൻ എഫക്ട്സ് ഓൺ അതർ പാർട്സ് ഓഫ് ദ ബോഡി, ഇങ്ങനെയുള്ള നൂറുകൂട്ടം പ്രശ്നങ്ങളാണ്. അവർക്കത് ഈസ്ട്രജൻ വിഡ്രോ ചെയ്യാനും ഇഷ്ടമില്ലായ്മ വരും. പേഷ്യൻസ് ദീർഘകാലം കഴിഞ്ഞിട്ട് കഴിക്കും. മെനോപോസൽ സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഇവർ ഈസ്ട്രജൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ വരാറുണ്ട്. അപ്പൊ ഈസ്ട്രജന്റെ ഒരു സൈറ്റ് മാത്രമാണ് യൂട്രസ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതിന് പിന്നെ ബ്രസ്റ്റിലോ അതുപോലെ മറ്റുള്ള ശരീരഭാഗങ്ങളിലും അതിന് എഫക്റ്റുകളുണ്ട്. അതുകൊണ്ട് ആ ഇമ്പാക്ട് കൊണ്ട് ഈസ്ട്രജൻ ഇമ്പാക്ട് ഓൺ അതർ പാർട്സ് ഓഫ് ദ ബോഡി കൊണ്ട് കുറെ കോംപ്ലിക്കേഷൻസ് വരാറുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒക്കെ വരുന്ന കണ്ടീഷനകത്തുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ തൈറോയ്ഡക്ടമി ഞാൻ നേരത്തെ പറഞ്ഞു. തൈറോയ്ഡ് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെ ഹോർമോൺ പ്രശ്നങ്ങൾ വരുമെന്ന് നിങ്ങൾക്കറിയാം. ഹോർമോൺ കിട്ടാതിരുന്നാൽ എന്ത് വരും എന്ന് അറിയാം. അപ്പൊ ഈ നമ്മള് ഈ ഹോർമോൺസ് ഇപ്പൊ പിന്നെ ഒരു ഊഫ്രക്ടമി ചെയ്ത ആൾക്കാർക്ക് നമ്മുടെ മെഡിസിൻ കൊടുക്കുന്നതിന് ഇമ്പോർട്ടൻസ് നിങ്ങൾക്കറിയാം. ഇൻഡിക്കേറ്റർ മെഡിസിൻ നമുക്ക് പോസ്റ്റ് മെനോപോസൽ പിന്നെ കംപ്ലൈൻസ് നമുക്ക് ധാരാളം മെഡിസിൻസ് ഉണ്ട്. അതിനകത്ത് തന്നെ കിങ് എന്ന് പറയാവുന്ന നമ്മുടെ ലാക്ടസിസ്, ഗ്രാഫൈറ്റിസ് പോലുള്ള മെഡിസിൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ ഗ്രാഫൈറ്റിസ്, ലാക്ടസിസ്, ഗ്ലോണൈൻ, ഇങ്ങനെയുള്ള അമൈലോനൈട്രോസം, ഇങ്ങനെയുള്ള ധാരാളം മെഡിസിൻസ് നിങ്ങൾക്കറിയാവുന്ന ഇൻഡിക്കേഷൻ അനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിന്റെ കൂടെ സപ്ലിമെന്റ് ആയിട്ട് മോഡേൺ മെഡിസിനകത്ത് ഈസ്ട്രജൻ അടങ്ങിയ സാധനങ്ങൾ കൊടുക്കുക. ഈസ്ട്രജൻ പിന്നെ ഇന്റേണൽ ആയിട്ടുള്ള ഇപ്പോൾ വജൈനിലൊക്കെ ഡ്രൈ ആയി പോകുമ്പോൾ അവർ ഈസ്ട്രജൻ പിന്നെ പിൽസ് ഒക്കെ ഉള്ളിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ഈസ്ട്രജൻസ്, ഫൈറ്റോ ഈസ്ട്രജൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഫുഡിലൂടെയുള്ള ഈസ്ട്രജൻ ടിപ്പിക്കലുള്ള ഈസ്ട്രജൻ അല്ല, ഈസ്ട്രജൻ ലൈക്ക് സബ്സ്റ്റൻസ്, ഡയറ്ററി ഈസ്ട്രജൻസ് എന്ന് പറയും. ഇപ്പൊ ഫൈറ്റോ ഈസ്ട്രജൻസ് 1926 ഉള്ള ഒരു ഫൈൻഡിങ്സ് ആണ്. ഈ ഫൈറ്റോ ഈസ്ട്രജൻ എന്നുള്ള ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് 1926 അപ്പൊ അത് ചില ഫുഡുകൾ ഈ ഈസ്ട്രജൻ ലൈക്ക് സബ്സ്റ്റൻസ് അത് അടങ്ങിയിട്ടുണ്ട്. അവ ഈസ്ട്രജൻ പോലെ പ്രവർത്തിക്കും. ശരീരത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല.
ആക്ച്വലി അത് ഹോർമോണൽ അല്ലത്. ഇപ്പോ ആയുർവേദത്തിലൊക്കെ നിങ്ങൾക്ക് അറിയാം, ശരീരപുഷ്ടിക്ക് തെങ്ങും പൂക്കുലാതി രസായനം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കഴിച്ചു കഴിഞ്ഞാൽ, പിന്നെ തെങ്ങും പൂക്കുലാതി രസായനം കഴിച്ചാൽ കുട്ടികളുടെ ശരീരപ്രകൃതി വ്യത്യാസം വരാറുണ്ട്. അത് ഇറ്റ്സ് ടൈപ്പ് ഓഫ് ഫൈറ്റോ ഈസ്ട്രജൻ ആണ്. ഏറ്റവും കൂടുതൽ ഫൈറ്റോ ഈസ്ട്രജൻ നമുക്കിപ്പോൾ തെങ്ങും പൂക്കുലാതി രസായനം നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. നമുക്ക് എഴുതി കൊടുക്കാവുന്നത്, പിന്നെ അല്ല നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നത് ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള സാധനം സോയാബീൻസും സോയാ പ്രൊഡക്ട്സും. ഇപ്പൊ സോയാ പ്രോട്ടീൻ കിട്ടും, സോയാബീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കിട്ടും. അപ്പോൾ സോയാബീൻ ആണ് നമ്മൾ ഒരു കോമണസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ മെഡിസിനകത്ത് ഏറ്റവും നല്ല സാധനം ട്രൈഫോളിയം പ്രട്ടൻസ് എന്ന് പറയുന്ന മെഡിസിൻ. ട്രൈഫോളിയം പ്രട്ടൻസ് 2 മെഡിസിൻ ഉണ്ട്. ട്രൈഫോളിയം റപ്പൻസും ഉണ്ട്, ട്രൈഫോളിയം പ്രട്ടൻസും ഉണ്ട്. റെഡ് ക്ലോവർ എന്ന് പറയുന്ന ഒരു ചെടിയാണ്. അപ്പൊ ഈ ട്രൈഫോളിയം പ്രട്ടൻസ് നിങ്ങൾ പിന്നെ ബോറിക് മെറ്റീരിയൽ ഉണ്ട് ട്രൈഫോളിയം പ്രട്ടൻസിനെ കുറിച്ച്. അപ്പൊ അതിന് ടിഞ്ചർ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ടിഞ്ചർ നമുക്ക് ഈ ഒരു ബയോളജി നമുക്ക് ഇതുപോലെ ഫൈറ്റോ ഈസ്ട്രജൻ ആയിട്ട്, ഡയറ്ററി ഈസ്ട്രജൻ ആയിട്ട്, എലോങ് വിത്ത് ഇങ്ങനെയുള്ള മെനോപോസൽ സിംറ്റം കൊണ്ട് വല്ലാണ്ട് കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ടോട്ടൽ ഹിസ്റ്റെക്ടമി ചെയ്ത പേഷ്യൻസിന് നമുക്ക് ഉപയോഗിക്കാം. അത് 15 തുള്ളിയോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ബോഡി വെയിറ്റ്. നമ്മൾ പലപ്പോഴും ടിഞ്ചർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു ഇൻസിസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്, ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, എത്ര തുള്ളി കൊടുക്കണം എന്ന് പല ജൂനിയർ ഡോക്ടർമാരും ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരു മെറ്റീരിയൽ ഡോസ് അലോപ്പതി എങ്ങനെയാണ് കൊടുക്കുന്നത്? അലോപ്പതി കൊണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ വെയിറ്റ് ആണ്. ഇപ്പോൾ ഹോമിയോപ്പതിയിൽ നിങ്ങൾ അങ്ങനെ തന്നെ ശീലിക്കണം. നമ്മൾ ഇത്ര ഡ്രോപ്സ് എന്ന് വെച്ചാൽ 20 കിലോ ഒക്കെ അനുസരിച്ച് നമ്മൾ ഒരു 4 ഡ്രോപ്സ് എന്ന രീതിയിൽ നമ്മളൊരു കണക്കുണ്ടാക്കുക. 4 to 5 ഡ്രോപ്സ് ഫോർ 20 kg എന്നുള്ള രീതിയിൽ ഒരു കണക്കുണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് കൊടുക്കുന്ന അളവ് കൃത്യമായിരിക്കും. അല്ലാണ്ട് 100 കിലോ ഉള്ള ആൾക്കാർക്ക് ഫിസിയോളജിക്കൽ ആക്ഷനാണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ 5 തുള്ളി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ടിഞ്ചർ ഹോമിയോപ്പതിക് രീതിയിലാണ് അവിടെ ആക്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നമ്മൾ ഫിസിയോളജിക്കൽ രീതിയിലാണ് ആക്ട് ചെയ്യേണ്ടത്. ട്രൈഫോളിയം പ്രൊട്ടൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ എന്ന് അറിയില്ല. എക്സൈസ് സലൈവേഷൻ, ഏറ്റവും കൂടുതൽ സലൈവേഷൻ ഉള്ള ഒരു മെഡിസിൻ ആണ് ഈ ട്രൈഫോളിയം പ്രൊട്ടൻസ് എന്ന് പറഞ്ഞാൽ. അത് ചില കേസിനകത്ത് നമ്മൾ മംസോ അല്ലെങ്കിൽ സലൈവറി ഗ്ലാൻസിന് തകരാറ് വരുന്ന ചില കേസുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കേസിനകത്ത് ഈ ട്രൈഫോളിയം പ്രൊട്ടൻസ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. ട്രൈഫോളിയം റപ്പൻസ് ഉണ്ട്. ട്രൈഫോളിയം റപ്പൻസ് പ്രൊഫലൈറ്റിക് അഗൈൻസ്റ്റ് മംസ്. അത് പിന്നെ അങ്ങനെ തന്നെ ബോറിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. ട്രൈഫോളിയം റപ്പൻസ് പ്രൊഫലൈറ്റിക് അഗൈൻസ്റ്റ് മംസ് 30 പൊട്ടൻസിയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സലൈവേഷൻ ഉള്ള ഏത് കണ്ടീഷൻ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ ട്രൈഫോളിയം പ്രൊട്ടൻസിനെ കുറിച്ച് ചിന്തിക്കാം. അതുപോലെ ഇത് ഒരു ഫൈറ്റോ ഈസ്ട്രജൻ ആണ്, ഡയറ്ററി ഈസ്ട്രജൻ ആണ് എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഓർത്തിരിക്കുക. അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റെഫർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന കുറേ അത്ഭുതകരമായ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ട്രൈഫോളിയം പ്രൊട്ടൻസിനകത്ത് ഉള്ള ഈ ഫൈറ്റോ ഈസ്ട്രജന്റെ എഫക്റ്റിനെ കുറിച്ചിട്ട് പഠനങ്ങൾ നടത്തിയതിനകത്ത് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈസ്ട്രജൻ കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണെന്ന് അറിയാലോ. നാച്ചുറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈസ്ട്രജൻ കൂടിക്കഴിഞ്ഞാലും ഫെർട്ടിലിറ്റി കുറയുകയാണ് ചെയ്യുക. അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ വിദേശ രാജ്യങ്ങളിനകത്ത് ഈ ട്രൈഫോളിയം പ്രൊട്ടൻസ് എന്ന് പറഞ്ഞാൽ ഈ ചെടി ധാരാളം ഉള്ള സ്ഥലത്ത് മേയ്ക്കാൻ വിടുന്ന പശുക്കൾക്കും പിന്നെ ആടുകൾക്കൊക്കെ പ്രത്യുൽപാദന ശേഷി കുറയുന്നതായിട്ട് പഠനങ്ങൾ കണ്ടെത്തി. അപ്പൊ തന്നെയാണ് അത് എന്തുകൊണ്ടാണ് ഈ പശുക്കൾക്ക് കുട്ടികൾ ഉണ്ടാകാത്തത് എന്നുള്ളപ്പോഴാണ് ഈ ഫൈറ്റോ ഈസ്ട്രജൻസ് ഇവര് കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ട് ഇവരുടെ ശരീരത്തിൽ പാലൊക്കെ കൂടുതൽ കിട്ടും, പക്ഷെ ഇവര് ജനറേഷൻസ് ഉണ്ടാകാനുള്ള ടെൻഡൻസി കുറയുന്നു എന്നുള്ള പഠനങ്ങളോട് നിങ്ങൾക്ക് നെറ്റിൽ ഇത് സെർച്ച് ചെയ്താൽ കിട്ടും. ഒരു രസമുള്ള കാര്യമുണ്ടല്ലോ, ഈ ഫൈറ്റോ ഈസ്ട്രജൻസ് പല സസ്യങ്ങളിലും ഉണ്ട്. നമ്മളിപ്പോൾ ഗവേഷണം നടത്തുന്ന ലോകത്തുള്ള എല്ലാ സസ്യങ്ങളെ കുറിച്ച് നമ്മൾ ഗവേഷണം നടത്തുന്നില്ലല്ലോ. അപ്പോൾ ഈ പ്രകൃതിയില് ഈ അനുകൂല സാഹചര്യങ്ങളായിട്ടും ഹെർബിവോറസ് ആയിട്ടുള്ള ജീവികളുടെ എണ്ണം ഭൂമി നിയന്ത്രിക്കുന്നത് ഈ ഫൈറ്റോ ഈസ്ട്രജൻ വഴിയാണ്. ഇതും ഫൈൻഡിങ്സ് ആണ്, അത് ഹൈപ്പോത്തിസിസ് ആണ്. ഈ ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയ നമ്മളെ പുല്ലുകൾ ധാരാളം ഉണ്ട്. അപ്പൊ ഈ ജീവികൾ എത്ര ഇത് കഴിച്ചു കഴിഞ്ഞാലും ഇവയുടെ ഈ ഹോർമോൺ ഒരു പ്രത്യേക രീതിയിൽ അബ്നോർമൽ ആവുകയും ഇവരുടെ എണ്ണം കുറയുകയും ചെയ്യും. അല്ലെങ്കിൽ ഈ ലോകത്തുള്ള ഇവർക്ക് ശത്രുക്കൾ ഇല്ലാതെയായി കഴിഞ്ഞാൽ ഈ ജീവികളുടെ എണ്ണം നിറഞ്ഞിട്ട് ഈ ജീവികള് പിന്നെ എന്താ പറയാ നമ്മുടെ ഹരിതാപം മുഴുവൻ തിന്നു തീർക്കുള്ളൂ. ഇപ്പൊ എന്നോട് പറയാറുണ്ട്, നല്ലൊരു സസ്യസ്നേഹി എന്ന് പറഞ്ഞാൽ നോൺ വെജ് ആയിരിക്കണം എന്നാണ് പറയാറുണ്ട്. ഞാൻ കുറെ കാലം വെജിറ്റബിൾ ആയിരുന്നു പറഞ്ഞു, നിങ്ങളൊക്കെ ഇറച്ചി മീനും തിന്നാതിരുന്ന ഞങ്ങളൊക്കെ ഇറച്ചി മീനും തിന്നുന്നത് ഈ കന്നാലികളെല്ലാം ഈ ലോകത്തെ പുല്ല് മുഴുവൻ സസ്യജാലങ്ങളെ മുഴുവൻ തിന്ന് നശിപ്പിക്കാതെ നമ്മൾ ഇവരെല്ലാം തിന്നു കൊടുക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങളാണ് ശരിക്കുള്ള പ്രകൃതി സ്നേഹികൾ എന്ന് പറയാറുണ്ട്. അപ്പൊ പ്രകൃതി തന്നെ ഈ ഇവരുടെ സസ്യ ഹെർബിവോറസിന്റെ എണ്ണം കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ടെക്നിക്കും കൂടി ആണത്രേ
ഫൈറ്റോ ഈസ്ട്രജൻസ് അടങ്ങിയ സസ്യങ്ങൾ എന്നാണ് ഒരു ഹൈപ്പോത്തിസിസ് ഉള്ളത്. പിന്നെ അത് ഈ നമുക്ക് ഓർഗൻ ഡോക്ടറെ നഷ്ടപ്പെട്ട് അടുത്ത ഒരു ഭാഗമായിട്ട് ചെയ്യാം. നമുക്കിനി 4 ആ മിനിറ്റേ ഉള്ളൂ. ശരി ഒറ്റ കാര്യം പറഞ്ഞിട്ട് നിൽക്കാം. അതിനകത്ത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഒരു അവയവം നഷ്ടപ്പെടുത്താൽ ഉണ്ടായിരുന്ന നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ അവർക്ക് ഒരു ഫീലിംഗ് ഓഫ് ഒരു അഗ്ലിനെസ്, അവരുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തോന്നലുകൾ പലർക്കും ഉണ്ടാകാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ശരീരഭാഗങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ തോന്നാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പ്രോസസ്സസ് ഉപയോഗിക്കാനുള്ള പിന്നെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവുകൾ പേഷ്യൻസ് നടക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ മുമ്പൊരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പ്ലാസ്റ്റിക് മെഡിസിൻസ് എന്ന് പറഞ്ഞ ഹോമിയോപ്പതിയിലുള്ള മെഡിസിൻസിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു. പ്ലാസ്റ്റിക് അല്ല, പ്ലാസ്റ്റിസിറ്റി ശരീരത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന JP ഗളാവറിന്റെ ഒരു നമ്മുടെ ഹോമിയോപ്പതിക് മെഡിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, ഒരു പക്ഷേ നെറ്റിൽ കിടപ്പുണ്ടാവും. നമ്മുടെ IFPH തന്നെ എടുത്തിരുന്നു പ്ലാസ്റ്റിക് മെഡിസിൻസിന്റെ ഒരു സാധ്യതയെ കുറിച്ച്. അങ്ങനെയുള്ള സാധ്യതകളും കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പൊ ഞാൻ ഇന്ന് തീരുമെന്ന് വിചാരിച്ചു, ഇന്നും തീർന്നിട്ടില്ല, ക്ഷമിക്കുക. ഇന്ന് തൽക്കാലത്തിന് നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. എൻ്റെ സംസാരം ഞാൻ അതിൽ കടന്ന് പോകുന്നുണ്ട്, കാട് കയറി പോകുന്നുണ്ട്, എനിക്കറിയാം. എന്തായാലും കേട്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കേൾവിക്കാർക്കും കാഴ്ചക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ഡോക്ടറുടെ കാട് ചേർന്ന സംസാരമാണ് എല്ലാവരുടെയും ഓർമ്മയിൽ നിലനിൽക്കുന്ന കാര്യം. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടല്ല. ഈ ഒരു പ്ലാസ്റ്റിക് മെഡിസിനൊക്കെ ഒന്നും കൂടെ ഒന്ന് പറയണേ അടുത്ത ക്ലാസ്സിൽ. നമ്മൾ മുമ്പുള്ള നെറ്റിൽ അത് കിടപ്പുണ്ടാവില്ല ചിലപ്പോ, അന്നത് ഉണ്ടായിട്ടില്ലേ, എനിക്ക് ഓർമ്മയില്ല. ഞാനത് അതന്നെ സാറിന് അവർക്കൊക്കെ അറിയാവുള്ളൂ. ഞാൻ ആദ്യകാലത്ത് എടുത്തിട്ടുള്ളതാണ് പ്ലാസ്റ്റിക് മെഡിസിൻസ് എന്നുള്ള കുറച്ച് അതിൽ സെർച്ച് ചെയ്ത് പോകുന്നതിലേ എന്തായാലും നമുക്ക് നല്ലൊരു ക്ലാസ് കിട്ടി. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. 2-3 മിനിറ്റ് നമുക്ക് ഭദ്രൻ ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി, ചോദ്യം ഒന്നും ചോദിക്കണ്ട. കോൺട്രിബ്യൂട്ട് ചെയ്യാനല്ല, എനിക്ക് ഇതിന് ഒരുപാട് നന്ദി പറയാൻ. കാര്യം നമ്മൾ വായിക്കുമ്പോൾ പലതിനും ശരിയായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് കിട്ടിയിട്ടില്ലാത്തത് ഇന്നത്തെ ക്ലാസ് കൊണ്ട് കുറച്ച് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ അങ്ങനെ ശരിയാക്കി എടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അതുകൊണ്ട് അത് എല്ലാവർക്കും ക്ലാസ്സിൽ നിന്ന് പലർക്കും നമ്മൾ വായിച്ചിട്ടുള്ള മെത്തമെഡിക്ക പലർക്കും വായിച്ചിട്ടുള്ളപ്പോൾ നമ്മൾ ആ രൂപത്തിൽ ഇന്റർപ്രറ്റ് ചെയ്ത് എടുക്കാൻ ഉള്ള വീഴ്ച നമുക്ക് ഉണ്ടായിട്ടുള്ളത് ഈ ക്ലാസ് കൊണ്ട് പരിഹരിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് വളരെ കൂടുതൽ അങ്ങനെ അഭിപ്രായമുണ്ട്. ഇത്തരം നമുക്ക് മോട്ടിവേഷണൽ ക്ലാസ്സസ്, ഇതൊരു മോട്ടിവേഷണൽ ക്ലാസ് എന്ന് തന്നെ ഞാൻ പറയും. അത് അത്തരത്തിലുള്ള ഒരു ക്ലാസ് നമുക്ക് ഇനിയും ഉണ്ടാകണം. നമുക്ക് നമുക്ക് ചിന്തിക്കാനുള്ള പ്രേരണ കിട്ടുന്ന രൂപത്തിലുള്ള അറിവുകളും കൂടെ തന്ന് അനുഗ്രഹിക്കുന്ന എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ഡോക്ടർ നല്ല ക്ലാസ് ആയിരുന്നു. മേലിലും അത്തരത്തിലുള്ള നല്ല ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദിയുണ്ട്. നന്ദി പറയാൻ നന്ദി ഭദ്രൻ ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇതിന്റെ 3-ാം ഭാഗം വീണ്ടും കാണും. അത് വേണമല്ലോ സാർ ഡോക്ടറെ. അതുപോലെ സാർ മെഡിസിൻ പറയുമ്പോൾ ഇച്ചിരി ഒന്ന് സ്പീഡ് കുറച്ച് പറയണേ. സ്പീഡ് കുറക്കണം അല്ലേ? അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഈച്ച് വേർഡ് ലീഡ്സ് ടു അനദർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ അവസ്ഥ പോലെയാണ്. എനിക്ക് പറയാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ കാട് കയറി പോവുകയും ചെയ്തു. അത് മെഡിസിന്റെ ഭാഗത്ത് സ്പീഡ് കൂടി പോകും. നമ്മൾ ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോഴല്ലേ ഈ കലണ്ടില്ല സ്റ്റാബിസ് കൊളോസന്ത് അങ്ങനെ എന്തിനാണ് പറഞ്ഞത്? അപ്പോഴേക്കും ആ ഭാഗം വിട്ടുപോയി അല്ലേ? വിട്ടുപോയി, അതെ. അത് വിട്ടു. അതുപോലെ തന്നെ ഈ അവസാനം പറഞ്ഞ ഒരു ഇത് ഓടി അങ്ങ് പോയി. അതായത് പിന്നെ കാറ്ററാക്ട് സർജറി കഴിഞ്ഞിട്ടുള്ളത്. കലണ്ടില അങ്ങനെ ഒരു 4-5 മരുന്ന് പറഞ്ഞെങ്കിലും 2-3 കഷ്ടിച്ച് കിട്ടിയുള്ളത്. അതാണ് പറഞ്ഞെന്ന് തോന്നുന്നല്ലേ? ആഫ്റ്റർ കാറ്ററാക്ട് സർജറിയുടെ ഇൻകോർഡിനേഷന് യൂഫ്രേഷ്യയും കൂടെ ഉണ്ട് അല്ലേ? ഹൈപ്പരിക്കം. ഈ കലണ്ടില്ല സ്റ്റാബിസ് കൊളോസന്ത് അത് ഡോക്ടർ എന്തിനാണ് പറഞ്ഞതെന്നുള്ളത് എനിക്ക് ആ 3 മെഡിസിനും ഒരുമിച്ച് പറഞ്ഞ്. അതല്ല, അത് പിന്നെ ഏത് ഓറിഫൈസില് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാലേ യൂറിത്ര ആനസ് വാട്ടർ മേബി
അപ്പൊ അതിനകത്തെ നമ്മൾ ഈ കോളോസിന്ത് നമ്മൾ കോളിക്കുന്നത് മാത്രമല്ല നമ്മൾ ചിന്തിക്കുള്ളൂ. ആ, പക്ഷെ ആ, ഈ കോളോസിന്തിന് അങ്ങനെ ഒരു ആക്ഷൻ ഉണ്ട് അത്രേ. വാട്ടർ മേ ബി ദ ഓറിഫൈസ്, അത് യൂറിലായിട്ടുള്ള ആനിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ. അങ്ങനെ വരുമ്പോ നമ്മള് അതും കൂടി ഞാൻ ഇപ്പൊ നമ്മൾ നോക്കി സാർ, ഒരു 15 മെഡിസിന് താഴെ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ ഈ 15 മെഡിസിൻ മതിയെന്നേ ഈ പോസ്റ്റ് സർജിക്കൽ സാധനങ്ങളെല്ലാം ഡീൽ ചെയ്യാനേ. അതെ അത്ര അതെ. മെഡിസിൻസ് നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ സാർ. ഏതായാലും ഇതിന്റെ സ്ലൈഡ് ഉണ്ടായിരുന്നു അല്ലേ? അല്ല ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എല്ലാം കൂടി സ്ലൈഡ് കാണിക്കുമ്പോ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടേ എന്റെ അക്ഷരത്തിൽ വെറുതെ എന്തിനാ പിള്ളേർ നാട്ടുകാരെ കാണിക്കണമെന്ന് വിചാരിച്ചിട്ടില്ലേ. അയ്യോ, അങ്ങനെ ചിന്തിക്കണ്ട. എന്തായാലും വളരെ ഒരു നല്ല ക്ലാസ് എടുത്ത ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ശൈല ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ മറിയാമ്മ. എന്താണ് മനോജ് ഡോക്ടർ ക്ലാസ് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എപ്പോഴും വളരെ മനോഹരമായ ക്ലാസ്. ഡോക്ടർ ബോറിക്കിന്റെ ടെസ്റ്റ് തന്നെ എന്താണ് ബൈഹാർട്ട് ആക്കിയിട്ടല്ലേ മലയാളത്തിൽ അത് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ അവിടെ ഇവിടെയൊക്കെ ചിതറിക്കിടന്ന മെഡിസിൻ എല്ലാം കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രഹിക്കത്തക്ക രീതിയിലാണ് ഇന്ന് നമുക്ക് വിളമ്പി തന്നത്. ബോറടിക്കുകയില്ല മനോജ് ഡോക്ടർ ക്ലാസ്. കാരണം ഈ സ്പീഡ് ഇങ്ങനെ തെറിച്ച് പോകുമ്പോൾ നമ്മളും അങ്ങനെ അതുപോലെ തന്നെ ഉണർന്നിരിക്കും. അപ്പൊ അത് അങ്ങനെയും ഒരു പ്രത്യേകതയുണ്ട്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഡോക്ടർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ഇനിയും ഇതുപോലെ നല്ല നല്ല ക്ലാസ്സുകളുമായിട്ട് ഡോക്ടർ എത്തുക. ഇത്രയും നല്ല ക്ലാസ് എടുത്ത ഡോക്ടർക്ക് IFPHന്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും ആത്മാർത്ഥമായി നേരുന്നു. അതുപോലെ തന്നെ ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. നന്ദി ശൈല ഡോക്ടറെ. എന്തായാലും നമ്മുടെ 2008 പ്രതിദിന സൂം വെബിനാർ വളരെ വിജയകരമായി നടന്നു. ഡോക്ടർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതുകൊണ്ട് ഒപ്പം അടുത്ത ശസ്ത്രക്രിയാനന്ദ ലോകം ഹോമിയോപ്പതിയുടെ അനന്ത സാധ്യതകൾ 3ാം ഭാഗത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കും. എത്രയും വേഗം ഡോക്ടർ ക്ലാസ്സുമായിട്ട് വരണം. ഇന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ ഈ സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.